ഹായ്, ഇന്ന് നമ്മൾ ഓപ്പൺ സോഴ്സ് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം സോനു ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടല്ലേ. സോനു ഇല്ലാത്തതിൻ്റെ വിഷമം എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് സബ്ജക്റ്റ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഭയങ്കരമായിട്ട് സബ്ജക്റ്റ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ഞാൻ ഒന്നും പറയുന്നില്ല. കുറേ ആൾക്കാർ പറഞ്ഞു ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നിട്ട് ആൾക്കാർക്ക് വിഷമം ഉണ്ടെന്ന്. അവിടെ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്ത് ഒന്നും പറയണ്ട, കണ്ടന്റ് മാത്രം പറഞ്ഞ് പഠിപ്പിക്കുക. അതിൻ്റെ റെസ്പോൺസ് അറിയണമല്ലോ, അതെങ്ങനെ ഉണ്ടെന്ന് ഫീൽ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒറ്റയടി ഈ സബ്ജക്റ്റ് മാത്രം തീർത്ത് നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ കവർ ചെയ്തു. ഇനി നമുക്ക് ഓപ്പൺ സോഴ്സിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതിനെക്കുറിച്ച് കുറേ ഈ ഒരു എപ്പിസോഡ് ഈ ഒരു ഡേ കാണാണ്ടിരുന്ന് ഞങ്ങൾക്ക് ഭയങ്കര മിസ്സിങ് ആയിരിക്കും. ഭയങ്കര മിസ്സിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് പ്രോജക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസ് പ്രോജക്റ്റിൻ്റെ ഒരുപാട് സംഭവങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊജക്റ്റ് നിങ്ങൾ ഒരു പ്രൊജക്ട് സെൻറ്ററിലും പോയി ചെയ്യണ്ട. ഒരുപാട് ഫ്രീ പ്രൊജക്റ്റുകൾ ഫുൾ സോഴ്സ് കോഡ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പല ആൾക്കാർ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബിൽഡിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം, ബിൽഡിംഗ് സോഫ്റ്റ്വെയർ നിന്ന് ഓപ്പൺ സോഴ്സ് സെർച്ച് ചെയ്താൽ കിട്ടാത്ത സാധനങ്ങളില്ല. അപ്പോൾ അതൊക്കെ എവിടെ കിട്ടും, എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കണം, ഇ കൊമേഴ്സ് ആപ്പ് ഉണ്ടാക്കണം, എല്ലാം കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലമുണ്ട്, കാണിച്ചു തരാം. ഇന്നത്തെ എപ്പിസോഡ് മിസ്സാവരുത്. ഇന്ന് അതൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് പോവാം. ഇന്ന് ഞാൻ പുതിയൊരു സാധനം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കിങ്ങനെ എന്താ പറയുക, പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. കുറച്ച് ഐസൊക്കെ ഇട്ടിട്ട് ഇതെന്താണെന്ന് കുറച്ച് സമയത്തുള്ള ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ചെയ്തത് SPS-ൻ്റെ സ്റ്റാറ്റിക് വെബ്സൈറ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതിനുള്ള പരിപാടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി നമ്മൾ ഗിറ്റ്ഹബിൽ കയറി കഴിഞ്ഞാൽ ഗിറ്റ്ഹബിൻ്റെ ഹോം ഈ ബട്ടൺ കണ്ടോ, ഹോം ബട്ടൺ. ഗിറ്റ്ഹബ് മാത്രമല്ല കേട്ടോ, ഗിറ്റ് ലാബ് ഉണ്ട്, ബിറ്റ് ബക്കറ്റ് ഉണ്ട്. ഇവിടെയൊക്കെ ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റുകൾ കിട്ടും. എന്താണ് ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ്? അവിടെ ഇവിടെ കിട്ടുക എന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുണ്ടോ, ഇവിടെ ഗിറ്റ്ഹബിൻ്റെ ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എൻ്റെ റെപ്പോസിറ്ററി, എൻ്റെ പല കാറ്റഗറി ഓഫ് എന്താ പിങ്ങിൻ ഫൗണ്ടേഷൻ്റെ, ബാക്കപ്പിയറിൻ്റെ, കോൺവേഴ്സിൻ്റെ പല എൻ്റെ പേഴ്സണൽ സംഭവങ്ങൾ ഇതേമാതിരി ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതുണ്ട്. പിന്നെ എൻ്റെ മെയിൻ പ്രോജക്റ്റുകളൊക്കെ ഗിറ്റ് ലാബിൽ പ്രൈവറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിലുള്ളതൊക്കെ ചെറിയ ഓപ്പൺ സോഴ്സിൽ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ സെർച്ച് ചെയ്യാനുള്ളതിൽ ഇപ്പം ഞാനിപ്പോൾ ഒരു സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരു ഷോപ്പിംഗ് കാർട്ട് എന്നുള്ള പ്രൊജക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളൊരു സ്റ്റുഡൻ്റാണ്, നിങ്ങൾക്കൊരു കോളേജിൽ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം, ഷോപ്പിംഗ് കാർട്ട്. ഇവിടെ ആൾ ഗിറ്റ്ഹബ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റിസൾട്ട് വരും. ഈ റിസൾട്ട് വരുന്നത് ഇത് നമ്മുടെ, അതായത് എൻ്റെ പ്രൊഫൈലിലുള്ളതോ ഒന്നുമല്ല. അതിപ്പോൾ എൻ്റെ പ്രൊഫൈലിലാണ് സെർച്ച് ചെയ്യണത്. പക്ഷേ ഷോപ്പിംഗ് കാർട്ട് എന്നുള്ള സെർച്ച് ചെയ്യുമ്പോണ്ടോ എത്ര റെപ്പോസിറ്ററി ഉണ്ട് നോക്കിയേ. 27,000 റെപ്പോസിറ്ററീസ് എന്തുണ്ട്, പ്രൊജക്റ്റുകളുടെ ഷോപ്പിംഗ് കാർട്ടിനെ ബേസ് ചെയ്തിട്ട്. ഇനി അതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോഴുണ്ട് സ്റ്റാർ കണ്ടോ, 2,900 ആൾക്കാർ ഇത് സ്റ്റാർ ഉപയോഗിക്കേണ്ടത് മനസ്സിലാക്കി. ഇവിടെ ഉണ്ട് PHP എന്ന് റെപ്രസെൻറ്റ് ചെയ്തത്. അത് അപ്പോൾ മനസ്സിലായത് PHP-യിലുള്ള പ്രോജക്റ്റ്. അപ്പോൾ PHP-യിലുള്ള ഒരു ലെറാവൽ ഫ്രെയിംവർക്ക് യൂസ് ചെയ്ത് ഷോപ്പിംഗ് കാർട്ട് ചെയ്യണമെങ്കിൽ എന്താ പറയുക, ഇവിടെ സെർച്ച് ചെയ്താൽ കിട്ടും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്ന് C#, ജാവാസ്ക്രിപ്റ്റിൻ്റെ ഷോപ്പിംഗ് കാർട്ട്, അങ്ങനെ ഒരുപാട് പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. ഇ കൊമേഴ്സിൻ്റെ ഒരുപാട് സംഭവങ്ങൾ. ഇതിൽ തന്നെ നിങ്ങൾ ഇവിടെ കണ്ടോ ലാംഗ്വേജസ് സൈഡിൽ ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് പൈത്തണിലെ ഷോപ്പിംഗ് കാർട്ടാണ് വേണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, പൈത്തണിലെ എന്താ പറയുക, ജാങ്കോ കാർട്ട് ഓൺ ഷോപ്പിംഗ് കാർട്ട്, കളക്ടർ സിറ്റി മാർക്കറ്റ് പ്ലേസ്, പല ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റുകൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഗിറ്റ്ഹബിൽ നിന്ന് അവൈലബിൾ ആണ്. ഇതിൻ്റെ സോഴ്സ് കോഡ് കിട്ടുമോ? അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയേ. സെർച്ച് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അത് നോക്കുക. ഇതുണ്ടോ ഫുൾ ഇൻട്രഡക്ഷൻ. നമ്മൾ readme.md എഴുതി ഓർമ്മയില്ല, ഇൻട്രഡക്ഷനും എങ്ങനെ യൂസ് ചെയ്യണമെന്നും സെറ്റപ്പ് ചെയ്യണമെന്നും എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ആ readme.md എന്ന് പറയുന്നത് മാർക്ക് ഡൗൺ എന്നുള്ളൊരു ഫോർമാറ്റാണ്. ഈ മാർക്ക് ഡൗൺ ഫോർമാറ്റിൽ നമുക്ക് ഇങ്ങനെ ഫോർമാറ്റ് ചെയ്യുന്നുണ്ടാവും. കോഡൊക്കെ വേറെ സെപ്പറേറ്റ് സെക്ഷനിൽ കോഡ് വരുമ്പോൾ കളറായിട്ട് കോഡായിട്ട് വരണം. ഇതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്ത് വെക്കാൻ പറ്റും. വേണ്ട, അത് സോഴ്സ് കോഡ്, ഇത് നമുക്ക് ക്ലോൺ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് എന്നിട്ട് ഇതിൻ്റെ ബാക്കി ചെയ്താൽ മതി. ഈ രീതിയിൽ ഇങ്ങനെയൊക്കെ വർക്കൗട്ട്. ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അതാണ് ഞാൻ പറയാൻ പോകുന്നത്, എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ പ്രൊജക്റ്റുകൾ ഒരുപാട്. നിങ്ങൾ ഇനി വേറെ സബ്ജക്റ്റ് സെർച്ച് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് ഇപ്പോൾ എന്താ വേണ്ടത്? ഡാറ്റ സയൻസ്. ഓക്കെ, ഇതാണ്ടോ ഡാറ്റ സയൻസ് വെച്ചിട്ടും എത്ര പ്രൊജക്റ്റ് ഉണ്ട് നോക്കിയേ. ഏകദേശം 174K ആണ്. മനസ്സിലാവണ്ട? ഒരുപാട് പറ്റുകൾ. ലാംഗ്വേജ് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കുക, R നോക്കി പൈത്തൺ എടുക്കുക, ഏത് ജാവാസ്ക്രിപ്റ്റ്, CS, ഷെല്ല്, അത് ഇത് എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് സെർച്ച് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്.
ജാവ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൽ സെർച്ച് ചെയ്യുക, എടുക്കാൻ പറ്റും, അങ്ങനെ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കയറി വെക്കാം. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരുപാട് ഓപ്പൺ സോഴ്സ് പറയും. നിങ്ങൾക്ക് ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളിപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ നാട്ടിലൊരു വലിയൊരു ചേഞ്ച് ഉണ്ടാക്കണം, ആ രീതിയിൽ നിങ്ങളൊരു പ്രൊജക്റ്റ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ ലിനക്സ് ഒക്കെ കിട്ടും, അതേപോലെ ആംഗുലർ, എല്ലാം ഒരുപാട് സോഴ്സ് കോഡുകൾ ഗിറ്റ്ഹബിലുണ്ട്. എല്ലാം ഗിറ്റ്ഹബിൽ തന്നെ ഒട്ടുമിക്കതും ഉണ്ടാവുക ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റുകൾ. ആഹാ ടേസ്റ്റ്. അപ്പോൾ ഗിറ്റ്ഹബിൽ അപ്പോൾ ഇങ്ങനെ പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളിങ്ങനെ ഒരു ഏത് പ്രോജക്റ്റ് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ടർ ആവാം. ഏത് പ്രോജക്റ്റിലും കോൺട്രിബ്യൂട്ടർ ആവുന്നതിന് മുന്നേ ഞാൻ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അത് നിങ്ങൾ പരിചയപ്പെടേണ്ട പ്രോജക്റ്റാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹം തോന്നി. ഒരു എന്താ പറയുക, നമ്മൾ KT യൂണിവേഴ്സിറ്റിക്ക് സ്റ്റാർട്ട് ചെയ്ത സമയം, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അല്ല, ആദ്യം കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, പിന്നെ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിക്ക് മാറ്റി. അപ്പോൾ KT യൂണിവേഴ്സിറ്റി നമ്മൾ തുടങ്ങിയ സമയത്ത് ഞാനൊക്കെ MG യൂണിവേഴ്സിറ്റി പഠിച്ചാൽ കേട്ടോ. KT യൂണിവേഴ്സിറ്റി വന്ന സമയത്ത് ഞാൻ ആലോചിച്ച് എന്താ പറയുക, KT സ്റ്റുഡൻസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയാൽ. ഇപ്പോൾ ടെലഗ്രാമിലും വാട്സാപ്പിലൊക്കെ കോളേജിൻ്റെ കുറേ ഗ്രൂപ്പുകളുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സ്വന്തമായിട്ടൊരു ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷനിൽ എല്ലാവരും കണക്റ്റഡ് ആയിരിക്കുക, അവർക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുക, സംസാരിക്കാൻ പറ്റുക, ആ റിസൾട്ടൊക്കെ അതിലോട്ട് സ്പോട്ടിൽ നോട്ടിഫിക്കേഷനായിട്ട് വരിക. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ളൊരു ആപ്പ് ചെയ്യണം എന്നുള്ള പ്ലാൻ വന്ന്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാനും എൻ്റെ ടീമെല്ലാം കൂടി നമ്മൾ ആലോചിച്ച് അങ്ങനെ ചെയ്യാം, അങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ ആലോചിച്ച് അതിനൊരു പേരൊക്കെ ഇട്ട് ഞങ്ങൾ യങ് എന്നുള്ള പേരിട്ട്. യങ് എന്ന് പറഞ്ഞാൽ ഞാൻ വൈ എന്ന് വെച്ചാൽ യങ് എന്നും ENG എൻജിനീയേഴ്സിൻ്റെ ENG കൂട്ടിയിട്ട് യങ് എന്നുള്ള പേരിലൊരു പേരൊക്കെ ഇട്ട് ഞങ്ങൾ യങ് എന്നുള്ളൊരു ആപ്പ്. അങ്ങനെ ഞങ്ങൾ ആപ്പ് ഡിസൈനൊക്കെ ചെയ്ത്, അപ്പോൾ അത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലൊക്കെ നിൽക്കുമ്പോൾ സമയത്ത്, ബാംഗ്ലൂർ നിൽക്കുമ്പോൾ വേറെ കഥയൊക്കെ ഉണ്ട്. ബാംഗ്ലൂരിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അന്ന് അങ്ങനെ കൊച്ചിയിൽ ഞാൻ അങ്ങനെ ജോബൊക്കെ ഇട്ട് പിന്നെ ചെന്നൈ പോയി. ചെന്നൈയിൽ വലിയ കോൺസെൻട്രേഷൻ ഒന്നും ഇല്ല. പിന്നെ അങ്ങനെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വന്ന് പിന്നെ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഇത് റീസ്റ്റാർട്ട് ചെയ്തൊരു സ്പെഷ്യൽ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. ആ സ്പെഷ്യൽ വ്യക്തിയിലൂടെയാണ് ഞാൻ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതൊക്കെ പറയാം, കാണിച്ചു തരാം. ആളെ കാണിച്ചു തരില്ല, പറയാം. അപ്പോൾ എന്താ പറയുക, ഒരാളെ എന്താ പറയുക ടെക്നിക്കലി സൗണ്ട് ആക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഞാൻ ഈ പ്രോജക്റ്റ് റീസ്റ്റാർട്ട് ചെയ്ത് ആളെ കൊണ്ട് ഭയങ്കര ലെവലോട് ചെയ്യിപ്പിച്ചൊരു സംഭവമാണ്. വേണ്ടപ്പെട്ട ആളായിരുന്നു. എന്താ ഒരു പറയുക, ടിക്ടോക്കിലൊക്കെ ഒരു ഇത് പറയല്ലോ ഇതിന്. ആ ഒരു പറയാനുള്ളൊരു മൂടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റിലോട്ട് വരാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, യങ് എന്നുള്ള പേരിലുള്ള പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ യങ് എന്നുള്ള പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ അന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്നു. അന്ന് ഞാൻ എൻ്റെ റെപ്പോസിറ്ററിൻ്റെ അണ്ടറിൽ ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ കാലിക്കറ്റ് വന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ച് ഒരു NGO സ്റ്റാർട്ട് ചെയ്യാം. NGO സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഇതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത NGO ആണ് പിങ്ക് ഫൗണ്ടേഷൻ എന്നുള്ള പേരിൽ. കാണിച്ചു തരാം. pinkfoundation.org ഇത് വിഷൻ ഓഫ് ഫൈൻഡിങ് എംപ്റ്റി സ്പേസ് പിങ്ക് ഫൗണ്ടേഷൻ ഇന്ത്യൻ ടു ബിൽഡ് പാഷനറ്റ്. അത് വായിച്ചു നോക്കുക. pinkfoundation.org എന്ന വെബ്സൈറ്റിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ആഹാ, എൻ്റെ മൊബൈൽ നമ്പർ ഉണ്ടല്ലേ. നിങ്ങൾക്ക് റിലീസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ മൊബൈൽ നമ്പർ ഞാൻ ഒഴിവാക്കിയേക്കാം. ഇതാർക്കും അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു NGO സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതൊരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റിയാണ്. ഇതിന് ഞങ്ങൾ എന്താ ആലോചിച്ചെന്ന് വെച്ചാൽ, ആ യങ് പ്രോജക്റ്റ് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് ആലോചിച്ചു. അങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്ത് വീണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ മൊബൈൽ ആപ്പും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലമായിട്ട് വീണ്ടും ബിസിനസ് പഠനത്തിലൊക്കെ ആയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ടെക്കിന്ന് കുറച്ച് മാറിയിട്ട് ബിസിനസ് പഠനത്തിനായപ്പോൾ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ക്രോസ് റോഡ്സ് കമ്മ്യൂണിറ്റിയിലൂടെ ഇതിൻ്റെ റീസ്റ്റാർട്ടിലോട്ട് പോവുകയാണ്. ഇത് വലിയൊരു പ്രൊജക്റ്റാണ്. ഏകദേശം 40ഓളം മോഡ്യൂളുള്ള വലിയൊരു പ്രൊജക്റ്റാണ്. ഇത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലുള്ള സ്റ്റുഡൻസിനും എല്ലാ ടെക്കീസിനും കണക്ഷൻ ചെയ്യാനുള്ള ഒരു നെറ്റ്വർക്കിംഗ് ആപ്പാണ്. ഈ ആപ്പ് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കാൻ ഇതിൽ വീഡിയോ കോൾ, ഓഡിയോ കോൾ, ഇന്ന് നിങ്ങൾ കാണുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മൾ കൊണ്ടുവരുന്ന ഒരു ഡിഫറൻറ്റ് ആപ്പായിരിക്കും. എന്നാൽ കുറേ എഡ്യൂക്കേഷൻ സംഭവങ്ങളും എല്ലാം കൂടി മിക്സ് ചെയ്യണേ. അതെങ്ങനെ കൊണ്ടുവരണം, ഓരോ മോഡ്യൂളും എപ്പോൾ കൊണ്ടുവരണം, എന്ത് കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്ത് പ്രൊഡക്റ്റ് ടീമൊക്കെ ഉണ്ടാക്കുക. നമ്മൾ പല ടീമുകൾ ഉണ്ടാക്കും. നമ്മൾ
ഡിസൈനേഴ്സിൻ്റെ ടീം ഉണ്ടാക്കും, UI UXൻ്റെ ടീം ഉണ്ടായിരിക്കും, കോഡിങ്ങിന് ബാക്ക് എൻഡ് ഇതിൽ നോഡ് ജേസ് ആണ് യൂസ് ചെയ്യുന്നത്, നോഡ് ജേസ് എക്സ്പ്രസിൻ്റെ ഒരു ടീം ഉണ്ടായിരിക്കും, ആൻഡ്രോയിഡിൻ്റെ ടീം ഉണ്ടായിരിക്കും, iOSൻ്റെ ടീം ഉണ്ടായിരിക്കും, ടെസ്റ്റിങ്ങിൻ്റെ ടീം ഉണ്ടായിരിക്കും, പിന്നെ സൈബർ സെക്യൂരിറ്റീൻ്റെ ടീം ഉണ്ടായിരിക്കും, ഡാറ്റാ സയൻസിൻ്റെ ടീം ഉണ്ടായിരിക്കും. ഈ ഡാറ്റ യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഏകദേശം ഒരു 16ഓളം ഗ്രൂപ്പുകളൊക്കെ നമ്മൾ ഇതിലുണ്ടോയെന്നറിയില്ല. ആക്ടിവിറ്റീസ് ഗ്രൂപ്പുകൾ ഇല്ല ഇല്ല ഇതിൽ ഗ്രൂപ്പുകളൊന്നുമില്ല. ഓക്കെ, അതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, വേറെ ഡോക്യുമെൻറ്റിലുണ്ടല്ല, അതിൻ്റെയൊക്കെ ഫുൾ പ്ലാനിങ്ങിലാണ്. അങ്ങനത്തെ ഒരു വലിയ പ്രോജക്റ്റാണ്. അപ്പോൾ നമുക്കിത് റീസ്റ്റാർട്ട് ചെയ്യണം, ഇത് കോർഡിനേറ്റ് ചെയ്യാൻ കുറേ ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാനിത് കഴിയുമ്പോഴേക്കും ഞാൻ പറയും. പിങ്ക് ഫൗണ്ടേഷൻ സ്റ്റിൽ നമ്മളൊരു NGO ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാണ്, നോൺ പ്രോഫിറ്റബിൾ ആണ്. ആ NGOൻ്റെ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എന്നുള്ള ഓപ്പൺ ഹൗസ് പ്രോജക്റ്റ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുക. അതുപോലെ പല മൾട്ടി പ്രോജക്റ്റുകൾ ഇപ്പോൾ ഞങ്ങൾ അതിന് ശേഷം ഹോസ്റ്റ് ചെയ്ത് വേറെ പോയിട്ടുണ്ട്. ഫ്ലൈഫിൻ്റെ ഒരു പ്രോജക്റ്റ്, അത് ക്യാൻസർ സർവേ വെച്ചിട്ട് മുൻകൂട്ടി ക്യാൻസർ ഐഡൻറ്റിഫൈ ചെയ്യാൻ അതിനെ സോൾവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൈഫ് എന്നുള്ള പ്രോജക്റ്റ് കൂടി ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് പ്രൊജക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ കോഡ് ചെയ്തുണ്ടാക്കിയിട്ട് ഇന്ന് ഓപ്പൺ സോഴ്സ് ആകുമ്പോൾ എന്ന് വെച്ചിട്ട് ഡാറ്റ ആർക്കും പോകുന്നില്ല എല്ലാവരും പേടിയുണ്ടാവും. അതൊന്നുമില്ല, സെക്യൂർ ആയിട്ട് തന്നെ ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്ത് എന്നാൽ കോഡ് ചെയ്യുന്നത് ഈ പ്രൊജക്റ്റ് കോർഡിനേറ്റ് ചെയ്യണതും ഇതിൻ്റെ ഫുൾ ഡിസൈനും ഇതിൻ്റെ മാർക്കറ്റിംഗ് ഇതിൻ്റെ കണക്ഷനും ഇതിൻ്റെ കോർഡിനേഷനും ഒക്കെ നിങ്ങൾ തന്നെ. ആ രീതിയിൽ നമുക്കിത് റീസ്റ്റാർട്ട് ചെയ്യണം. അതിനുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾ എല്ലാവരുടെ നിന്നും വേണം. ഇത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇതിൻ്റെ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ലൈവ് പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. നമ്മൾ സിമ്പിളായിട്ട് സാമ്പിൾ പ്രോഗ്രാമുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ലൈവ് പ്രൊജക്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. അത്രയും ക്വാളിറ്റി സ്റ്റാൻഡേർഡുള്ള കോഡുകൾ മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നൊക്കെ കണ്ടില്ലേ, കോഡ് നോക്കണം. ഞാൻ ജസ്റ്റ് കോഡ് നോക്കണം കാണിച്ചു തരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം, ഇത് നല്ല രീതിയിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് വരാം. ആദ്യം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഓപ്പൺ ഹൗസിൽ കോൺട്രിബ്യൂഷൻ കാണിച്ചു തരാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ടെക്നോളജി പഠിക്കാം. ഇപ്പോൾ നോഡ് ജേസ് പഠിക്കാണ്ട്, ഫ്രണ്ട് എൻഡൊക്കെ മാറ്റിക്കൊണ്ടിട്ട് നമുക്ക് ഇപ്പോൾ നോഡ് ജേസ് മാറ്റിയിട്ട് നോക്കോഡ് ഫയർ ബേസിലോട്ട് വേണേൽ പോവാം. ആൻഡ്രോയിഡും iOSും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യുന്നതിന് പകരം PWAയുടെ ട്യൂട്ടോറിയൽ വരുമ്പോൾ നമുക്ക് അതിലോട്ട് വേണേൽ മൂവ് ചെയ്യാം. എന്താണോ നല്ല സൊല്യൂഷൻ ഉള്ളത്, ഫ്യൂച്ചർ ഉള്ളത്. നമ്മളിങ്ങനെ ഒരു സിലബസ് വെച്ചിട്ട് പഴയ ഒരു സിലബസ് വെച്ചിട്ട് എല്ലാ കാലത്തും പോകില്ല. പുതിയതെന്ത് വരുമോ അത് ഏറ്റെടുക്കും. ഇപ്പോൾ ഫ്ലട്ടർ വന്നു കഴിഞ്ഞാൽ ഫ്ലട്ടർ എടുക്കുക, റിയാക്ട് നേറ്റീവ് എടുക്കുക, വാട്ടവർ എന്താണോ ഉള്ളത് ലേറ്റസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ടീമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആലോചിച്ചിട്ട് ചെയ്യണം. ഒരുപാട് പേര് കോർഡിനേറ്റ് ചെയ്യാനും കോൺട്രിബ്യൂട്ട് ചെയ്യാനും നടക്കുള്ളൂ, മുന്നോട്ട് പോവുള്ളൂ. കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് അന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേരുള്ള ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് നല്ല ഫണ്ടിൻ്റെ ഷോർട്ടേജ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യാം. ഞാൻ ജോബ് വിട്ടു വന്ന സമയമാണ്, അപ്പോൾ എനിക്ക് ബിസിനസ് സക്സസ് ആക്കുകയും വേണം. ആ സമയത്ത് തന്നെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കൂടുതൽ സമയം തന്നെ ഞാൻ മുന്നോട്ട് പോകില്ല എന്നുള്ളതുകൊണ്ട് ഒന്ന് ഡൗൺ ആക്കി ചെയ്താണ്. നമ്മളിത് സക്സസ് ആയിട്ട് തന്നെ അത് കേട്ട് നമ്മൾ വീണ്ടും തിരിച്ചുകൊണ്ട് നമ്മൾ ഉറപ്പിച്ച സാധനമാണ്. അത് കൊണ്ടുവരും. ഇനി അത് ഏറ്റെടുക്കേണ്ടത് നിങ്ങളാണ്. ഓപ്പൺ സോഴ്സ് ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യേണ്ട കുറേ ആൾക്കാരുണ്ടാവും, കുറേ സ്റ്റുഡൻസും എല്ലാവർക്കും കോൺട്രിബ്യൂട്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് പേരായിട്ട് കണക്ഷനായി. അന്ന് നമുക്ക് ഒരുപാട് പേരെ പരിചയമില്ല. ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് പരിചയപ്പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇത് എന്ത് ചെയ്യുക, അത് ചെയ്യും. പിന്നെ ഇതുപോലുള്ള ഐഡിയാസ്, നിങ്ങൾക്കും ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. പല ഐഡിയാസും നമുക്ക് നമ്മുടെ നാടിന്, കേരളത്തിന് നമുക്ക് ഒരു വലിയൊരു IT ഹബ്ബാക്കണം. ഒരു 10 years 20 yearsനുള്ള കേരളം ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ലെവൽ തന്നെയാണ് കേരളം. ബട്ട് IT ലെവലിൽ നമ്മൾ ബാംഗ്ലൂരിനൊക്കെ വെല്ലുന്ന ലെവലിൽ കേരളം നമുക്ക് എന്ത് ടെക്നിക്കൽ പരമായിട്ട് ടെക്നോളജി പരമായിട്ട് നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാണ്ട്, സ്റ്റാർട്ടപ്പ് പരമായിട്ട് ബിസിനസ്സിനായിട്ടും അവിടെ നമ്മളെ പാട്ട് ഭയങ്കരമായിരിക്കണം. നമ്മൾ ഒരുപാട് പേര് കോൺട്രിബ്യൂട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കണം. ഇവിടുന്ന് അങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ വേൾഡിൽ എവിടെയും കൊണ്ട് സെല്ല് ചെയ്യാം. അതിനൊക്കെയുള്ള പരിപാടികൾ നമുക്ക് കൊണ്ടുവരാം. അതിനൊക്കെയുള്ള വേൾഡ് കണക്ഷൻ നമുക്ക് കൊണ്ടുവരാം. അതിനൊക്കെയുള്ള ടീമിന് നമുക്ക് കൊണ്ടുവരാം. ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തു തരും. അങ്ങനെയുള്ള വലിയ പ്ലാനുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിലോട്ട് എത്താനുള്ള ഒരു വഴിയും കൂടിയാണ് ഇത്. ടെക്നിക്കൽ പരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ ടെക്നോളജി ബേസായിട്ട് സ്ട്രോങ് പ്രൊഫൈലായി മാറുക, ഏത് വേൾഡ് ക്ലാസ് പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം, അതിനുള്ള നോളജ് ഉണ്ടാക്കുക. അതൊക്കെയാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഉദ്ദേശം. ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണ എല്ലാവർക്കും എന്താ പറയുക, പഠിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ വേറെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് ആ ഹൈ ലെവലിൽ സ്കില്ല് ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് ഇഷ്ടമുള്ള ഡൊമൈനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ കണ്ടൻറ് റൈറ്റിംഗ് വരെ ഇതിനുണ്ട്. അതായത് നമുക്ക് ഈ സൈറ്റിൻ്റെ കണ്ടൻറ് എഴുതണം, ഇപ്പോൾ ആപ്പിൽ കണ്ടൻറ് എഴുതണം, അതിൻ്റെ കണ്ടീഷൻസ് എഴുതണം, അതിൻ്റെ പ്രൈവസി പോളിസി എഴുതണം, അങ്ങനെ തുടങ്ങിയിട്ട് ടെക് കണ്ടൻറ് റൈറ്റേഴ്സ് ഉണ്ട്. അവർക്കുള്ള വർക്ക് വേറെ തന്നെ ഉണ്ട്. കോപ്പി റൈറ്റേഴ്സ്, ഇപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഈ പ്രൊജക്റ്റ്. ഇതിലെങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, നിങ്ങൾക്ക് ഇനി യങ് പ്രൊജക്റ്റ് നമ്മളിത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, യങ്ങ് സെർച്ച് ചെയ്യുക. യങ് കേട്ടോ, YENG. യങ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ പ്രൊജക്റ്റുകളൊക്കെയാണ് നിങ്ങൾക്ക് വരിക. അതിൽ പിങ്ക് ഫൗണ്ടേഷൻ ഇതിലോട്ട് കയറുക, ഈ ലിങ്കിലോട്ട് കയറി കഴിഞ്ഞാൽ പിങ്ക് ഫൗണ്ടേഷൻ്റെ ഈ പേജ് എടുക്കുക. ഓക്കെ,
പിങ്ക് ഫൗണ്ടേഷൻ ഓപ്പൺ സോഴ്സ് റിസർച്ച് പ്രൊജക്റ്റ് ബിൽഡിംഗ് കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് നമ്മളെ ബേസ് കാര്യം. അപ്പോൾ കുറേ റെപ്പോസിറ്ററീസ് ഉണ്ട്, 20ഓളം റെപ്പോസിറ്ററി ഉണ്ട്. ഇതാണ് ബേസ് പ്രൊജക്റ്റിൻ്റെ റെപ്പോസിറ്ററി എന്നുള്ളത് ഉണ്ടോ. എഞ്ചിനീയേഴ്സ് ആപ്പ് ഇസ് ഡിസൈൻഡ് ബേസിക് സ്പെഷ്യലി ഫോർ KT യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കേരള. നമ്മൾ ഉണ്ടാക്കിയ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സെർവർ എങ്ങനെയാണ്, എന്താണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ്, എന്താണെന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. മൊബൈൽ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ്രോയിഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഡീറ്റെയിൽസ് ഒക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കുറേ കാര്യങ്ങൾ മാറ്റാനുണ്ട്. അപ്പോൾ പ്രൊജക്റ്റിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയുണ്ട്, ആൻഡ്രോയിഡ് ഉണ്ട്, സെർവർ ഉണ്ട്, സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഉണ്ട്, പലതുണ്ട്. ഇനിയിപ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഞാനൊരു readme.md ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എങ്ങാപ്പോൾ ആൻഡ്രോയിഡിലോട്ട് പോകാനൊക്കെ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, പിങ്ക് ഫൗണ്ടേഷൻ്റെ ഇതിൽ തന്നെ വരിക. ഇതിൽ വന്നു കഴിഞ്ഞാൽ എങ്ങാപ്പ് ആൻഡ്രോയിഡ്, എങ്ങാപ്പ് സെർവർ. ഇപ്പോൾ സെർവർ ആണെങ്കിൽ Node.js നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു. Node.js ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം 153 കമ്മിറ്റ്സ് വരെ ചെയ്തിട്ടുണ്ട്. കോൺട്രിബ്യൂട്ടേഴ്സ് 7 കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാനുള്ളത്, പുതിയ രീതിയിൽ ചെയ്ത് തുടങ്ങാം. നമുക്ക് പ്ലാൻ ചെയ്യാം, ടീമിനൊക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. അതിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ എക്സ്ക്ലൂസീവ് മെമ്പേഴ്സിന്, അതേപോലെ തന്നെ നമ്മുടെ ക്രോസ് റോഡ്സിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യും. എങ്ങനെയൊക്കെ ജോയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ പറഞ്ഞുതരാം, അതിനൊക്കെ ഡീറ്റെയിൽസൊക്കെ തരാം. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓക്കെ എങ്ങാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൊരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു റെപ്പോയിൽ ഓപ്പൺ സോഴ്സിൽ എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എവിടെയും കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇതിലൊക്കെ കണ്ടൻറ്റ് എഴുതാനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. കണ്ടൻറ്റ് അല്ലാണ്ട് ഇതിൽ ഇഷ്യൂ കണ്ടെത്തുന്നവരാണ് ടെസ്റ്റേഴ്സിൻ്റെ ഇഷ്യൂ കണ്ടെത്തുന്നവരെ ഓപ്പൺ സോഴ്സിൽ ഭയങ്കര വാല്യൂ ഉള്ളത്. അത് നമ്മൾ ബഗ് ബൗണ്ടി എന്നിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് കുറ്റം പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർസിനെ കുറ്റം പറഞ്ഞിട്ട് കാശ് ഉണ്ടാക്കുന്നത്, അത് വേറെ ചെയ്തുതരാം. അത് വരുന്നുണ്ട്. ചിലപ്പോൾ ഈ ഗിറ്റ് ഇറങ്ങുന്നതിന് മുന്നേ ചിലപ്പോൾ ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, പറയാൻ പറ്റില്ല. ഞങ്ങൾ പ്ലാനിങ്ങിലുണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് വെബ്സൈറ്റാണ്. സൈറ്റ് നോട്ട് ഫൗണ്ട്. സെറ്റിങ്സ് പോയി നോക്കട്ടെ. സ്റ്റാറ്റിക് വെബ്സൈറ്റാണ് എങ്ങനെ ഡീറ്റെയിൽസൊക്കെ ഉള്ള ഗിറ്റബിൽ ഹോസ്റ്റ് ചെയ്താൽ ഇവിടെ ഉണ്ടായിരിക്കും. യെസ്, കിട്ടി. ഇതാണ് എങ്ങാപ്പ് വെബ്സൈറ്റ്. ഞങ്ങൾ അന്ന് തുടങ്ങിയപ്പോൾ ചെയ്തതാണ്. അന്ന് വലിയ രസമൊന്നുമില്ല. അന്ന് ഞങ്ങൾ ആദ്യം പിങ്ക് ഫൗണ്ടേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കൊച്ചിയിലുള്ള സമയത്ത് കരിയറൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ ഗൂഗിൾ ഡെവലപ്പർ ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു. GDG കൊച്ചിനെ അറിയില്ല. GDG കൊച്ചി ഞങ്ങൾ കൊച്ചിയിൽ തുടങ്ങിയതൊക്കെ കേട്ടോ. ആ തുടങ്ങിയ സമയത്ത് നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് വിട്ട് ഇറങ്ങിയ സമയത്ത് ക്രേസി അമീഗോസ് ഉള്ള പേരിൽ ഞാനൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറേ കോളേജുകൾ നമ്മൾ സെഷനൊക്കെ കൊടുത്തിട്ടുണ്ടായി രസകരമായിട്ട്. അതിൻ്റെ ലോഗമാണിത്, ക്രേസി അമീഗോസിൻ്റെ. പിന്നെ എനിക്ക് ആ പേരൊരു സുഖമില്ലാതെ തോന്നി, ഞാനത് വിട്ട്. അങ്ങനെ അതാണ് പിങ്ക് ഫൗണ്ടേഷൻ എന്നുള്ള പേരിലോട്ട് മാറ്റിക്കൊണ്ടത്. പലതും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി, പലതും ഞാൻ പറഞ്ഞില്ലേ കുറേ സ്റ്റാർട്ടപ്പ് പൊട്ടി എന്നൊക്കെ ഉള്ള കഥ നമ്മൾ പറഞ്ഞല്ലോ. അത് വേറെ കാര്യങ്ങൾ. ഇത് NGO ടൈപ്പ് മോഡലുള്ളത്, ഇത് കമ്മ്യൂണിറ്റി വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് മോഡ്യൂൾസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീമുകൾ ആൻഡ്രോയിഡ്, സെർവർ ഡെവലപ്മെൻറ്റ്, UX, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പ്രൊജക്ട് കോർഡിനേറ്റർ, മെഷീൻ ലേണിംഗ്, കണ്ടന്റ് റൈറ്റർ, ഡാറ്റ അനലിസ്റ്റ്, iOS, സെക്യൂരിറ്റി, പ്രൊഡക്റ്റ് ടെസ്റ്റിംഗ്, പിന്നെ ഒരുപാട് ടീം ഉണ്ടാക്കാൻ, ഡൗൺലോഡ് ചെയ്യാനും ആപ്പൊക്കെ നമ്മൾ പ്ലേ സ്റ്റോറിലൊക്കെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളും ഓപ്പൺ സോഴ്സിലോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് വെബ്സൈറ്റ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള ആദ്യം നോക്കാം. ഇപ്പോൾ ഇതൊരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റാണ്. നിങ്ങൾക്ക് എന്ന് സെർച്ച് ചെയ്ത് ഗിറ്റബ് സെർച്ച് ചെയ്ത് ആർക്കും കിട്ടും. ഈ പ്രോജക്റ്റ് ആർക്കും സോഴ്സ് കോഡ് കൊടുക്കുക, ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ അത് പറഞ്ഞു. ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റാണ്, കോഡ് അവൈലബിൾ ആണ്, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ എടുത്തോ, വർക്കൗട്ട് ചെയ്തോ, ചേഞ്ചസ് വരുത്തിക്കോ, ബിൽഡ് ചെയ്തോ, ടെസ്റ്റ് ചെയ്തോ ഒക്കെ ചെയ്തോ. നിങ്ങളിത് നാളെ ഒരു പ്രൊഡക്റ്റായിട്ടൊരു ബിസിനസ് ലെവൽ, കൊമേഴ്ഷ്യൽ ലെവൽ ഇത് പുറത്ത് പബ്ലിഷ് ചെയ്താണ്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഇതിന് ഇൻകം ഉണ്ടാക്കുന്ന ലെവലിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലൈസൻസിങ് ഇഷ്യൂസ് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൻഡ്രോയിഡ് ഫോണിൻ്റെ OS സോഴ്സ് കോഡ് അവൈലബിൾ ആണ്. ആ സോഴ്സ് കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ഡിവൈസ് ഉണ്ടാക്കി നോക്കണം, ടെസ്റ്റ് ചെയ്ത് നോക്കണം, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഒരു പുതിയൊരു ഡിവൈസിലോട്ട്, ഇലക്ട്രോണിക്സിൻ്റെ ആമൊക്കെ കേട്ടിട്ടുണ്ടോ, ഡിവൈസിലോട്ടൊക്കെ നിങ്ങൾക്ക് OS കയറ്റിയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുക, ചെക്ക് ചെയ്യുക, പല കാര്യങ്ങളും ആൻഡ്രോയിഡ് ചെയ്യാൻ പറ്റും. OS നിങ്ങൾക്ക് എന്തെങ്കിലും ഫോണിൽ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡിവൈസ് ഡിവൈസിലോട്ട് ആമിലോട്ടൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്യുക, ചെക്ക് ചെയ്യുക. പക്ഷേ നിങ്ങൾ നാളെ ഒരു മെഡിക്കൽ ഡിവൈസ് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്ത് വർക്കിംഗ് ആണ്, എല്ലാം ഓക്കെയാണ്,
എന്ന് വെച്ചിട്ട് ഈ സാധനം നിങ്ങൾ കൊമേഴ്ഷ്യലി നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റില്ല. കൊമേഴ്ഷ്യലി സെല് ചെയ്യുമ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡിൻ്റെ ലൈസൻസ് എഗ്രിമെൻറ്റ് വായിച്ച് നോക്കിയിട്ട് അതിൽ ചിലപ്പോൾ എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതേപോലെ എങ്ങിൻ്റെ സംഭവങ്ങൾ ഇതേമാതിരി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നാളെ നിങ്ങളെ സ്വന്തമായിട്ട് വേറൊരു കാര്യം പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എന്താ പറയുക പുറത്തോട്ട് ചെയ്യാൻ പറ്റില്ല, അത് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ലൈസൻസിങ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഏതാ ലൈസൻസ് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല, ആഡ് ചെയ്തിട്ടുണ്ട്. പല ലൈസൻസ് ഉണ്ട്, GPL അതേമാതിരി എന്താ പറയുക ഒരുപാട് ലൈസൻസിങ് ഉണ്ട്. ലൈസൻസിങ്ങിൻ്റെ അന്നൊക്കെ ഞാനതിരുന്ന് പഠിച്ചിട്ടുണ്ട് ലൈസൻസിങ് എന്താണ്. ഓപ്പൺ ഹൗസിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ലൈസൻസിങ്ങിൻ്റെ ഒക്കെ. MIT ലൈസൻസ്, പിന്നെ ഒരുപാട് ലൈസൻസ് വേർഷൻസും പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇരുന്ന് വായിച്ച ബേസിക് ഐഡിയ കിട്ടും നമുക്ക് ഓരോ ലൈസൻസിൻ്റെ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ യങ് സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, യങ് സ്റ്റാറ്റിക് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പഠിക്കാം. നിങ്ങൾക്കിപ്പോൾ എന്താ വെച്ചാൽ Node.js അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ പറഞ്ഞുതരാൻ പറ്റില്ല. നമുക്ക് വെബ് ഡിസൈനിങ് എന്തായാലും ഒരു എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളും ചെയ്യുന്നില്ല, നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയൊരു ടൈറ്റിലോ ചെറിയൊരു ലിങ്കൊക്കെ മാറ്റിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയണുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ റെപ്പോസിറ്ററി, എൻ്റെ പ്രൊഫൈലാണ്, എൻ്റെ പ്രൊഫൈലിലാണ് ഇത് ചെയ്യണത്. നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ഫൈസലിലോട്ട് കയറാം. ഫൈസൽ ഇതുവരെ ഇതിൽ കോൺട്രിബ്യൂട്ടറായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഫൈസലിലോട്ട് കയറാൻ ഞാൻ എനിക്ക് ഫൈസലിനെ അറിയില്ല, ഞാനിതിൻ്റെ യങ്ങിൻ്റെ ആളാണ്. ഇപ്പോൾ നിങ്ങൾ 1000കണക്കിന് 10000കണക്കിന് ആൾക്കാരുണ്ട്. നിങ്ങൾ ഓരോരുത്തർ അക്കൗണ്ട് എന്താണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ആഡ് ചെയ്യാമെന്നോ എനിക്കിപ്പോൾ അറിയില്ല, ഇനീഷ്യലി അറിയില്ല. ഇനീഷ്യലി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ പുറത്തുനിന്ന് ഇതേമാതിരി സെർച്ച് ചെയ്ത് വന്നു നിങ്ങളതിൻ്റെ പാട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ആ ശ്രമമാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഫൈസലിന് എനിക്ക് അറിയില്ല എന്നൊക്കെ, ഫൈസൽ എങ്ങനെയാണ് ഈ പ്രൊജക്റ്റിലോട്ട് വരിക എന്നുള്ളതാണ് ഫസ്റ്റ് കാണിക്കുന്നത്. എന്നിട്ട് ഫൈസൽ ഇതിലോട്ട് വർക്കൗട്ട് ചെയ്യാം. ഫൈസൽ ഇങ്ങനെ എനിക്ക് കോഡ് സബ്മിറ്റ് വരുമ്പോൾ എനിക്കൊന്ന് കൊള്ളാലോ. ഫൈസൽ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ കീപ്പ് ചെയ്യാം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വലിയ ഓപ്പൺ ഹൗസ് പ്രോജക്റ്റിൻ്റെ പ്ലാനിങ്ങിൽ അത് വേറെ സ്ട്രക്ചർ തന്നെയാണ്. അത് വേറെ കുറേ കാര്യങ്ങളുണ്ട്, വർക്ക് ഫ്ലോയും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യണം, വേറെ കാര്യങ്ങളുണ്ട്. ഇനീഷ്യലി നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ഓപ്പൺ ഹൗസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പല സ്ട്രക്ചറുകളും പല സംഭവങ്ങളും നമുക്ക് ആഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇതിലെന്ത് ചെയ്യുക, സ്റ്റാറ്റിക് വെബ്സൈറ്റ് നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഫൈസലിൻ്റെ അക്കൗണ്ട് കയറാം. ഫൈസലിൻ്റെ അക്കൗണ്ട് ഇതിപ്പോൾ എൻ്റെ അക്കൗണ്ട് ആയതാണ്, എനിക്കൊരു സെറ്റിങ്സിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഫൈസലിൻ്റെ അക്കൗണ്ട് കയറിയിട്ട് ഇതിലോട്ട് വന്നിട്ട് ഇതിലെങ്ങനെ ഫൈസൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത് കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യുക, ഇതെന്താണെന്നുള്ളത് വെളിപ്പെടുത്തി കേട്ടോ. ഇത് വെറും പെപ്സിയാണ്, ഇനി തെറ്റിദ്ധരിക്കേണ്ട ആരും. കഴിഞ്ഞു. ഇനി എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ, ഐസും ഇതെല്ലാം കൂടി കണ്ടപ്പോൾ. അപ്പോൾ ഫൈസലിൻ്റെ അക്കൗണ്ടിലേക്ക് കയറാം നമുക്ക്. ഫൈസലിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇവിടെ നമുക്ക് എങ്ങനെ സെർച്ച് ചെയ്യാം, ഇൻ ദിസ് റെപ്പോസിറ്ററി. ഇവിടെ ശ്രദ്ധിക്കേണ്ട, സെർച്ച് ചെയ്യുമ്പോൾ ഇൻ ദിസ് റെപ്പോസിറ്ററി എന്നുള്ള ഓപ്ഷൻ, ഏതൊരു റെപ്പോസിറ്ററിയിൽ നിങ്ങൾ നിൽക്കണം, ഇൻ ദിസ് റെപ്പോസിറ്ററി എന്നുള്ള ഓപ്ഷൻ വരും. അതിന് താഴെ ആൾ ഗിറ്റബ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യണം. എന്നാലേ എല്ലാ ഗിറ്റബിൻ്റെ എല്ലാ റെപ്പോസിറ്ററിയും സെർച്ച് ചെയ്യുള്ളൂ. പിങ്ക് ഫൗണ്ടേഷൻ എങ്ങാപ്പ് ആൻഡ്രോയിഡ് എന്നുണ്ട്. ഇവിടെ 40 സ്റ്റാറൊക്കെ ഉണ്ടോ, കുറേ ആൾക്കാർ സ്റ്റാറൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരുപാട് കോൺട്രിബ്യൂഷൻ നടന്നിട്ടൊന്നുമില്ല. സ്റ്റാറൊക്കെ അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്, പണിയെടുക്കാൻ ഒരുപാട് പേർക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതിൽ പിങ്ക് ഫൗണ്ടേഷൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കയറാം. പിങ്ക് ഫൗണ്ടേഷൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് കുറേ സാധനം അവിടെ ഇവിടെ കിടക്കണം. വെച്ചാൽ കുറേ കാലം തൊട്ടിട്ടില്ല. നമുക്ക് ആദ്യം ക്രേസി അമീഗോസ് തുടങ്ങി, ആദ്യം ഹോട്ട് ഷോട്ട് മെൻറ്റേഴ്സ് എന്നുള്ള ഇതിൽ നിന്ന് തുടങ്ങിയതാണ്, പിന്നെ ക്രേസി അമീഗോസിലോട്ട് വന്ന്, പിന്നെ പിങ്ക് ഫൗണ്ടേഷനിലെത്തി. അപ്പോൾ കുറേ കാര്യങ്ങൾ ചേഞ്ച്. അപ്പോൾ പല ലിങ്കുകളും പല കാര്യങ്ങളൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഒക്കെ ഒന്ന് റീഫ്രഷ് ചെയ്ത് റെഡിയാക്കാനുണ്ട്. ഇതിൽ കുറച്ച് പണിയുണ്ട്. ഒരു 1 ഡേ ഇരുന്ന് കഴിഞ്ഞാൽ തീരാവുന്ന കേസുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എന്താ യങ് ആപ്പ് സെർവർ, യങ് വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, ഫൈസലിൻ്റെ അക്കൗണ്ട് നിന്നാണ് കേട്ടോ. ഇവിടെ കണ്ടോ നമുക്ക് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ, ഇല്ല. എന്താണ് ഫൈസലിൻ്റെ അക്കൗണ്ടാണ്, ഫൈസലിൻ്റെ ഇതിൽ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഫൈസൽ തന്നെ അറിയാൻ പോലും ഇല്ല, അങ്ങനത്തെ ഒരാളായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റ് എടുത്തു. ഈ പ്രോജക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റാർ ചെയ്യാം. ഓക്കെ, ഫൈസൽ സ്റ്റാർ, അപ്പോൾ 2 സ്റ്റാറായി. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രോജക്റ്റുകൾ. അപ്പോൾ എപ്പോഴും പ്രോജക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ലാസ്റ്റ് അപ്ഡേറ്റഡ് ഡേറ്റ്, ലേറ്റസ്റ്റ് കമ്മിറ്റിൻ്റെ ഒരു ഡേറ്റ് കണ്ടോ, July 24, 2019 ഇത് ലാസ്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം തൊട്ടിട്ടില്ലേ സൈറ്റ്, മനസ്സിലാവണ്ട. അപ്പോൾ അങ്ങനെ ഓരോ റെപ്പോസിറ്ററി കയറി ലാസ്റ്റ് കമ്മിറ്റ് കാണാൻ പറ്റും. ഏത് പ്രോജക്റ്റിലും എടുക്കുമ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പഴയ ഒരു 5-6 വർഷം മുന്നേ ചെയ്ത പ്രോജക്റ്റുകളൊക്കെയാണെങ്കിൽ തൊട്ടിട്ട് എടുത്താണ്ട് ഇപ്പോൾ ചെയ്യാൻ നിൽക്കരുത്. ഒട്ടുമിക്ക എന്താ പറയുക, ഡേറ്റ് ഔട്ട്, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുണ്ടാവും, ലൈബ്രറീസൊക്കെ പോയിട്ടുണ്ടാവും, കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഇവിടെ എന്തായാലും നോക്കണം. പിന്നെ അതേപോലെ സ്റ്റാർ നോക്കണം. എപ്പോഴും നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നേരത്തെ കണ്ടില്ല, സെർച്ച് ചെയ്യുമ്പോൾ സ്റ്റാർ കണ്ടില്ല, 40 സ്റ്റാർസ് കണ്ടില്ല. അപ്പോൾ ആ സ്റ്റാർസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
ആ സ്റ്റാർസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കുറേ സ്റ്റാർസ് ഉള്ള വെച്ചാൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്റ്റാർ അടിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ സ്റ്റാർ വാല്യൂ ഉള്ള പ്രോജക്റ്റുകൾ നോക്കണം ചെയ്തെടുക്കുമ്പോൾ, എന്നാലേ അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ പുതിയ പ്രോജക്റ്റ് തുടങ്ങി വരുന്നവർ നല്ല പ്രോജക്റ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും, അത് കണ്ടെത്തലാണ്. അതിങ്ങനെ കിട്ടാണ്ടാകുമ്പോൾ നമ്മൾ സ്റ്റാർ ഇല്ലാത്തവരോട്ടും പോയിക്കോളും. പിന്നെ ഈ വാച്ച് നിങ്ങൾക്ക് എന്താണെന്ന് ചെയ്യണമെന്ന് വെച്ചാൽ, വാച്ച് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ, വാച്ചിങ് എന്നുള്ള ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ, ഈ ഇതിൽ പുതിയൊരു കമ്മിറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും. മനസ്സിലാവുണ്ടോ? വാച്ചിങ് കൂടി വേണമെങ്കിൽ ഓണാക്കിയിട്ട്, അപ്പോൾ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോജക്റ്റിലേക്ക് നിങ്ങൾ വാച്ചിങ് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ എന്താണ്, അതിലെന്തെങ്കിലും ചേഞ്ചസ് വന്ന് പുതിയൊരു കോൺട്രിബ്യൂഷൻ വന്ന് കുറച്ച് ആൾക്കാരിൽ ജോയിൻ ചെയ്യും, എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് മെയിലായിട്ടും കാര്യങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടി അതൊക്കെ എനാബിൾ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഇവിടെ ഒരു സാധനമുണ്ട്, ഫോർക്ക്. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഈ പ്രൊജക്റ്റിലോട്ട് ഒരു സംഭവം നമ്മൾ പുഷ് ചെയ്തല്ലോ, നിങ്ങൾ ക്ലോൺ ചെയ്യുക. ഈ സാധനം റീഡാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലോണിങ്ങിൻ്റെ സംഭവമുണ്ട്, ക്ലോൺ ചെയ്ത് നിങ്ങളെ ലോക്കലിൽ സിസ്റ്റത്തിലോട്ട് എടുത്തു. പക്ഷേ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കണ്ടൻറ്റൊക്കെ ടൈപ്പ് ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് സെർവറിലോട്ടാണ് പുഷ് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ പുഷ് ചെയ്ത് നോക്കിയാൽ പുഷ് ആവില്ല, റിജക്റ്റ് ചെയ്യും. അതായത് ടെർമിനലിൽ തന്നെ ഗിറ്റ് പുഷ് ഒറിജിൻ മാസ്റ്റർ എന്നൊക്കെ കൊടുത്ത ഓർമ്മയില്ലേ, അതേപോലെ ചെയ്യുമ്പോൾ കുറച്ച് നേരം കറങ്ങിയാണ്ട് പറയും റിജക്റ്റഡ്, റിമോട്ട് സെർവർ റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കും. അപ്പോൾ ആ രീതിയിൽ റിജക്റ്റ് ചെയ്യും നിങ്ങളുടെ പ്രോജക്റ്റ്. എന്താ ഇപ്പോൾ ഫൈസൽ ചെയ്യുകയാണ്, ഞാൻ ചെയ്യുകയാണെങ്കിൽ ചെയ്യൂല, എന്നോട് യൂസറിനെ പാസ്വേഡ് ചോദിക്കും. ഫൈസൽ ചെയ്യുകയാണെങ്കിൽ റിജക്റ്റ് ചെയ്യും. ഫൈസലിന് ഈ ഒരു ഇതിൽ ആക്സസ് ഇല്ല, ഫൈസൽ പുഷ് ചെയ്യാനുള്ളൊന്നും പെർമിഷൻ ഇല്ല. അങ്ങനെ ആർക്കെങ്കിലും പെർമിഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രോജക്റ്റ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആരെങ്കിലും കയറിയിട്ട് അത് നശിപ്പിക്കൂലേ? അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിലെങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പഠിക്കണം. ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള വഴിയാണ്, അവിടെയാണ് ഈ സ്റ്റെപ്പ് മനസ്സിലാക്കിക്കോ. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ പ്രോജക്റ്റിൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങളെ പ്രൊഫൈലിൽ വരണം. ഇതിൽ ഈ പിങ്ക് ഫൗണ്ടേഷൻ എന്നുള്ള ഇതിലോട്ട് ഇതുണ്ടോ, പിങ്ക് ഫൗണ്ടേഷൻ എങ് വെബ്സൈറ്റിൽ നിന്നുള്ള കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് ഫൈസലിൻ്റെ അക്കൗണ്ടാണ്, ശ്രദ്ധിക്കണം. ഇവിടെ ഫോർക്ക് എന്നുള്ള ഓപ്ഷൻ കണ്ടോ? ഫോർക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുത്താലുള്ള പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ, ഫോർക്ക് കൊടുത്തോക്കാം നമുക്ക്. ഈ ഫോർക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും എന്ത് ചെയ്യുക, ഇത് മൊത്തം എന്ത് ചെയ്യും, നിങ്ങളെ ഇതിലോട്ട് ഫോർക്കാവും. ഇപ്പോൾ പിങ്ക് ഫൗണ്ടേഷൻ / യങ് വെബ്സൈറ്റ് എന്നുള്ളത് ഫോർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ, ഫോർക്കിംഗ് പിങ്ക് ഫൗണ്ടേഷൻ യങ് വെബ്സൈറ്റ്, ഇറ്റ് ഷുഡ് ഓൺലി ടേക്ക് എ ഫ്യൂ സെക്കൻഡ്സ്. ഓക്കെ, ഫോർക്കായി. സെറ്റപ്പ് ആക്ച്വലി വർക്ക് ഫ്ലോ ഒന്നും ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യണില്ല തൽക്കാലം, അതൊക്കെ അടുത്ത ലെവലിലോട്ട് പോകുമ്പോൾ മതി. അതൊക്കെ ഞാൻ എന്ത് പറയുക, നിങ്ങളൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പഠിച്ചിട്ട് ഒരു സെർവർ ഡെവലപ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ഫ്ലോകളൊക്കെ, അതായത് നിങ്ങൾക്ക് ഓപ്പൺ സോഴ്സിൽ എങ്ങനെ വേണ്ടിയിട്ട് 1-2 വെബ്സൈറ്റ് ഒരു വീഡിയോസൊക്കെ ചെയ്തു തരാം, എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ. എങ്ങനെ സ്പെഷ്യലായിട്ട് നമുക്കൊരു ഫ്ലോ ഉണ്ടാക്കും കുറേ ആൾക്കാർ വരുമ്പോൾ, ആ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞുതരാം. അതേപോലെ ജിസ്റ്റും ആക്ഷൻസും കുറേ കാര്യങ്ങളുണ്ട് പറയാൻ. പിന്നെ CI/CD ഓട്ടോമാറ്റിക്കായിട്ട് കോഡ് പുഷ് ചെയ്യുമ്പോൾ തന്നെ സെർവറിൽ അപ്പ് ചെയ്യണം. ഇപ്പോൾ സ്റ്റാറ്റിക് വെബ്സൈറ്റ് നമുക്ക് ജസ്റ്റ് പുഷ് ചെയ്യുമ്പോൾ തന്നെ അപ്പ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ Node.js പ്രോജക്റ്റ് ആയിക്കോട്ടെ, പൈത്തൺ ജാങ്കോ പ്രോജക്റ്റ് ആയിക്കോട്ടെ, PHP വാട്ടെവർ ഏത് പ്രോജക്റ്റ് ആയിക്കോട്ടെ, ആ പ്രോജക്റ്റ് നിങ്ങൾ കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് സെർവറിൽ അപ്പ് ആവണതും ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് നടക്കണതും കുറേ ടെസ്റ്റിംഗ് കേട്ടോ, യൂണിറ്റ് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് നടക്കാനുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് അടുത്ത പ്രോജക്റ്റ് ചെയ്യാനൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിലോട്ടൊക്കെ എത്തുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ബേസ് നിങ്ങൾ പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ടാവട്ടെ, എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാര്യമുള്ളൂ. അപ്പോൾ ഫോർക്ക് ചെയ്തപ്പോൾ കണ്ട എന്താണ്, മുഹമ്മദ് ഫൈസൽ F യങ് വെബ്സൈറ്റ് വന്ന് ഫോർക്ക്ഡ് ഫ്രം പിങ്ക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷേ മുഹമ്മദ് ഫൈസൽ F യങ് വെബ്സൈറ്റ് വന്ന് ഇവിടെ കണ്ട സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഫൈസലിൻ്റെ സെറ്റിങ്സ് എന്താ വെച്ചാൽ അത് ഫൈസലിൻ്റെ യങ് വെബ്സൈറ്റാണ്, അല്ലാതെ എന്ത് ചെയ്യുക പിങ്ക് ഫൗണ്ടേഷൻ ഉണ്ടല്ല, ഫൈസലിൻ്റെ പോലുള്ള. ഇനി ഫൈസൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ പിങ്ക് ഫൗണ്ടേഷൻ്റെ അല്ല ഫൈസൽ ക്ലോൺ ചെയ്യേണ്ടത്. ഫൈസൽ ക്ലോൺ ചെയ്യേണ്ടത് എവിടെ നിന്നാണ്, ഇവിടെ നിന്നാണ് ഫൈസൽ ക്ലോൺ ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് ഫൈസൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇതിൽ ഫൈസലിന് കോഡ് ആഡ് ചെയ്യാനോ ബ്രാഞ്ച് ആഡ് ചെയ്യാനോ എന്ത് വേണമെങ്കിലും ഫൈസലിന് ചെയ്യാം. വേറൊരു കാര്യം പറയാനുള്ളത്, ഗിറ്റിൽ റീബേസ് എന്നുള്ളൊരു പരിപാടി ഉണ്ട്. റീബേസ് നിങ്ങൾ ചെയ്യരുത് കൂടുതൽ വെച്ചാൽ, വലിയ പ്രോജക്റ്റ് നിങ്ങൾ ഓൺ പ്രോജക്റ്റൊക്കെ ആണെങ്കിൽ റീബേസ് ചെയ്യുക. കമ്മിറ്റ് കളഞ്ഞിട്ട് ഒന്ന് റീസ്ട്രക്ചറൊക്കെ ചെയ്തിട്ട്, ചെയ്ത കമ്മിറ്റ് കളഞ്ഞിട്ട് റീസ്ട്രക്ചർ ചെയ്യുന്ന പരിപാടിയാണ്. മാക്സിമം ഒഴിവാക്കുകയാണ് നല്ലത്. വേണ്ടി വന്നാൽ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. ആവശ്യം നമ്മൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ നമുക്ക് പിന്നീട് ആ ലെവലിലോട്ട് പോകുമ്പോൾ പ്രോജക്റ്റിലോട്ടൊക്കെ പോകുമ്പോൾ പറഞ്ഞുതരാം, അല്ലാതെ ഞാനിപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഇത് ക്ലോൺ ചെയ്യാം നമുക്ക്. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഓക്കെ നമ്മൾ നേരത്തെ പ്രോജക്റ്റിലാണ് നിൽക്കുന്നത്. നമുക്കൊന്ന് പുറത്തോട്ട് വരാം. CD സ്പേസ് ഡബിളിലോട്ട് കഴിഞ്ഞാൽ പുറത്തോട്ട് വന്ന് ഗിറ്റ് ക്ലോൺ എന്താണ് പേസ്റ്റ് ചെയ്തു.
എങ്ങനെ സ്റ്റാറ്റിക് വെബ്സൈറ്റ് നമുക്ക് ക്ലോൺ ചെയ്യുകയാണ് ലോക്കൽ റെപ്പോസിറ്ററിലോട്ട്. ഓക്കെ, അപ്പോൾ ക്ലോൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് കിടക്കാം. സി ഡി സ്പേസ് ഇവിടെ കണ്ടോ പേര് കാണിച്ചിട്ടുണ്ട്, എങ്ങ വെബ്സൈറ്റ് എന്നുള്ളതാണ്. ഓക്കെ, വന്നിട്ടുണ്ട്, ഫയലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ടൊന്ന് പോയി നോക്കാം. എങ്ങ വെബ്സൈറ്റ് ഇത് അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ലോക്കലി എന്ത് ചെയ്യാം, ഒന്ന് ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ്, ഇപ്പോൾ എന്താ ചേഞ്ചസ്, ഈ 2017 ക്രേസി അമിഗോസിൽ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, 2020 പിങ്ക് ഫൗണ്ടേഷൻ എന്നുള്ളതാക്കി മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഇത് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഓൺ ബ്രാഞ്ച് ഈസ് അപ് ടു ഡേറ്റ് വിത്ത് ഒറിജിൻ മാസ്റ്റർ. അതായത് ഒറിജിൻ മാസ്റ്ററുമായിട്ട് റിമോട്ട് റെപ്പോയുമായിട്ട് നമ്മൾ അപ് ടു ഡേറ്റ് ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല, ഡയറക്ടറി ക്ലീൻ ആണെന്നാണ് പറയണത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, ബ്രാഞ്ച് നോക്കിക്കഴിഞ്ഞാൽ മാസ്റ്റർ എന്നുള്ള ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുക. എന്താ ബ്രാഞ്ചിൻ്റെ പേരെന്താണ്, ഒരു ടെസ്റ്റ് എന്നുള്ള ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തോ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഫീച്ചർ എന്നുള്ള ബ്രാഞ്ച് എന്തെങ്കിലും പേര് കൊടുക്കുക. ഓക്കെ, ഗിറ്റ് ബ്രാഞ്ച് ഒരു പേര് കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് മൂവ് ചെയ്യാം. അതിൽ ചെയ്താൽ മതി. എപ്പോഴും ഒരു നമ്മൾ കോഡ് എടുക്കുന്ന ബ്രാഞ്ച് എപ്പോഴും സേഫായിട്ട് വയ്ക്കുക. അതിൽ ചുമ്മാ കമ്മിറ്റ് ചെയ്ത് പോകരുത്. നിങ്ങൾ ചെയ്തൊരു നല്ല റിസൾട്ട് ആവണവരെ എന്താ പറയുക, ആ ഒരു ബ്രാഞ്ചിൽ തൊടാതെ വേറെ ബ്രാഞ്ചിൽ ചെയ്തു പോയിട്ട് പിന്നെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. ആ ഒരു ഫ്ലോ ആണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഗിറ്റ് ചെക്കൗട്ട് ഫീച്ചർ വെച്ചിട്ട്, ഓക്കെ, അപ്പോൾ ഫീച്ചറിലോട്ട് എത്തി നമ്മൾ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ പ്രോജക്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം. എക്സ്പ്ലോറിൽ ഓപ്പൺ ചെയ്യാം. എങ്ങനെ സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്നുള്ളത്, എങ്ങ വെബ്സൈറ്റ് ഈ ഫോൾഡർ കൊടുത്തിട്ട് ഓപ്പൺ കൊടുക്കാം. ഓക്കെ, ഇതെന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ വെബ് ഡിസൈനിങ് അറിയാത്ത ആൾക്കാർ വെബ് ഡിസൈൻ ചലഞ്ച് ചെയ്യുക, അപ്പോൾ മനസ്സിലാവും. readme.md ഒക്കെ ഇവിടെ എഡിറ്റ് ചെയ്യാം കേട്ടോ, എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിലൊരു കാര്യം ഞാൻ പറയാൻ പറ്റുന്നുണ്ട്, ഗിറ്റ് ഇഗ്നോർ, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ index.html ഫയലിൽ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മൾ താഴെയുള്ള ഫൂട്ടറിലുള്ള നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞത്, ഒരു കാര്യം എഴുതിയിട്ടുണ്ടല്ലോ, താങ്ക്സ് ഫോർ ഇതൊക്കെയാണ് 2017 ക്രേസി അമിഗോസിൽ നമുക്ക് എന്താക്കി മാറ്റാമെന്ന് പറഞ്ഞു, 20 പിങ്ക് ഫൗണ്ടേഷൻ ആക്കി മാറ്റാം. എന്നിട്ട് സേവ് ചെയ്തു അത്. എന്നിട്ട് എന്ത് ചെയ്തു, നമുക്ക് ഇനി ഇതൊന്നും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല കേട്ടോ. ഇനി ഇതൊന്നും മനസ്സിലാവാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടൊക്കെ കാണുക, അപ്പോൾ മനസ്സിലാവും. ഇറ്റ് കമ്മിറ്റ് എന്താ പറയുക, ഫൂട്ടർ അപ്ഡേറ്റഡ് ടു പിങ്ക് ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പോൾ ഒരു മെസ്സേജും കൊടുത്തു, കമ്മിറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, സെർവറിലോട്ട് പുഷ് ചെയ്യണം. എങ്ങോട്ട് പുഷ് ചെയ്യണം, നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ഒരു റെപ്പോസിറ്ററി ഉണ്ട്, അതിന് കോപ്പി എടുത്ത് ഫോർക്ക് ചെയ്തെടുത്തേ അതിലോട്ട് പുഷ് ചെയ്യണം. ഈ ബ്രാഞ്ച് ഇവിടെ നമ്മൾ എന്ത് ചെയ്തത്, മെർജൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഗിറ്റ് പുഷ് ഒറിജിനാണല്ലോ ഇതിൻ്റെ പേര്, ഒറിജിൻ ഫീച്ചർ എന്നല്ല ബ്രാഞ്ചിൻ്റെ പേര്. ഇതിപ്പോൾ എങ്ങോട്ടാണ് നിങ്ങളെ കൊണ്ടുപോയിട്ട് പുഷ് ചെയ്യാവുന്നത്, ഫീച്ചർ failed to push some reference to HTTPS, some reference to, okay, ഒറിജിൻ ഫീച്ചേഴ്സ് അങ്ങോട്ട് പോകുന്നില്ല. മിക്കവാറും റിമോട്ടിൽ റെപ്പോസിറ്ററി പുഷ് ന്യൂ ബ്രാഞ്ച് ടു റിമോട്ട്. അതിന് വേറെ എന്തോ ഒരു ചെറിയ കമൻറ്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. ഫോർഗോട്ട് ഡാറ്റ്. ഗെറ്റ് ചെക്കൗട്ട് ബി ബ്രാഞ്ച്
അത് വർക്ക് ചെയ്യേണ്ട ആളോ? ഇവിടെ ചിലപ്പോൾ വർക്കിംഗ് അല്ലല്ലോ. അത് പെർമിഷൻ ഡിനൈഡാണല്ലോ. നമുക്ക് എറർ ഒന്ന് നോക്കാം എന്താണെന്നുള്ളത്. ഫീച്ചർ പെർമിഷൻ റിമോട്ട് റിജക്റ്റഡ്. ഇങ്ങനെ വിഷയം വരുമ്പോൾ ആ കമൻറ്റ് മാത്രം എടുക്കുക, അതും കോപ്പി ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഗൂഗിൾ ചെയ്യുക. അപ്പോൾ ആ കോഡിനോട് ബന്ധപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. വേണമെങ്കിൽ നമ്മുടെ കോഡിൻ്റെ പോലുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ കോഡിന് മാത്രമല്ലേ, വേറെ ആർക്കും ഈ പേരൊന്നും വരില്ലല്ലോ. വേണമെങ്കിൽ ഇതൊക്കെയാണ് റിമൂവ് ചെയ്തിട്ട് ഒന്നുകൂടി സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ വേറെയും കിട്ടും. ഈ കാര്യങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഈ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇതിൽ ആഡ് ദീസ് ലൈൻസ് ഓഫ് കോൺഫിഗറേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ഫയൽ. faisalxg@gmail.com അത് കറക്റ്റാണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൊടുത്തേക്കാം. ഇത് ക്വസ്റ്റ്യൻ എന്താ നോക്കട്ടെ കേട്ടോ. കമാൻഡ് പുഷ് ഗെറ്റ് കോൺഫിഗറേഷൻ. മാക്കിൻ്റെ എന്തോ പ്രശ്നമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്യൂ വന്നോളണമെന്നില്ല. ഞാൻ ഇഷ്യൂ ആദ്യമായിട്ട് കാണാണ്. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ യൂസർ നെയിം ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഫൈസൽ എഫ് യൂസർ നെയിം ചോദിച്ചു, പാസ്വേഡ് കൊടുത്തു. യെസ്, ന്യൂ ബ്രാഞ്ച് പുഷായി. അപ്പോൾ അത് മാക്കിലെ ഇഷ്യൂ എന്നാണ് തോന്നുന്നത്, അറിയില്ല. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചെയ്യുക. ഗ്ലോബൽ എഡിറ്റ് എടുത്തിട്ട് ആ കോഡ് ആഡ് ചെയ്താൽ മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ മിക്കവാറും പുഷാവും. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ലിനക്സിൽ വർക്ക് ചെയ്തപ്പോഴും വിൻഡോസിൽ വർക്ക് ചെയ്തപ്പോഴും കണ്ടിട്ടില്ല. വേറെ കാര്യം കൂടി, ഇത് ഇപ്പോൾ വിൻഡോസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഡെവലപ്പേഴ്സ് ആവാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ലിനക്സിലോട്ട് സ്വിച്ച് ചെയ്യുക, അല്ലെങ്കിൽ മാക്കിലോട്ട് സ്വിച്ച് ചെയ്യാം. യൂണിക്സ് സിസ്റ്റം ആകുമ്പോൾ നിങ്ങൾക്ക് വൈറസ് കാര്യങ്ങളൊന്നും ആൻറ്റി വൈറസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പ്രത്യേകതരം സാൻഡ് ബോക്സ് കൺസെപ്റ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. OS ഒക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര സിമ്പിളാണ്. അത് നശിച്ചു പോവുക, കുറച്ച് കഴിയുമ്പോഴത്തേന് സ്ലോ ആവുക, കുറച്ച് കഴിയുമ്പോഴത്തേന് വൈറസ് കയറുക, പിന്നെ ഓണായി വരാൻ ടൈം എടുക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊന്നും യൂണിക്സ് സിസ്റ്റത്തിന് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കൂടെ ലിനക്സിലോട്ട് മൂവ് ചെയ്യാൻ നിങ്ങൾ ഡെവലപ്പേഴ്സ് ആവാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ക്യൂസസ് പറഞ്ഞിരുന്നു, എൻ്റെ അടുത്ത് OS ഇല്ല, കോപ്പി ചെയ്യാൻ പറ്റിയില്ല, അതാക്കില്ല, ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്, വേഗം ചേഞ്ച് ചെയ്യും. അപ്പോൾ എന്താ പറയുക, ആയിട്ടുണ്ട്, പുഷായിട്ടുണ്ട്. ഇനി നമുക്ക് റെപ്പോസിറ്ററിയിലോട്ട് വരാം. ഈ റെപ്പോസിറ്ററി അല്ലല്ലോ, നമുക്ക് ഫൈസലിൻ്റെ റെപ്പോസിറ്ററിയിലോട്ട് വന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യെസ്, ഇതുണ്ടോ,
ഇവിടെ കമ്മിറ്റിൽ അത് വന്നിട്ടുണ്ടാവും. കമ്മിറ്റിലല്ല, നമ്മൾ മാസ്റ്റർ ബ്രാഞ്ചിലല്ലല്ലോ ഉള്ളത്. ഫൈസലിൻ്റെ ഇതിൽ പുതിയ ബ്രാഞ്ച് വന്നിട്ടുണ്ട്, ഫീച്ചർ എന്നുള്ളൊരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ഫൈസലിന് ഇവിടുന്ന് ഒരു പുൾ റിക്വസ്റ്റ്, നമ്മൾ നേരത്തെ പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക, ഫൈസലിന് പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? പിങ്ക് ഫൗണ്ടേഷൻ്റെ ബേസ് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളതാണ് ആദ്യം കാണിക്കും. ബേസ് മാസ്റ്റർ ഇപ്പോൾ ആരോ മാർക്ക് ഉണ്ടാവും, ഇവിടുന്ന് എങ്ങോട്ടാണെന്നുള്ളത് നമ്മുടെ നിന്ന് ഫീച്ചറിൽ നിന്ന് അങ്ങോട്ട് മാസ്റ്ററിലോട്ടാണ്. അപ്പോൾ ഫൂട്ടർ അപ്ഡേറ്റഡ് പിങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും മെസ്സേജ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ചെക്കിംഗ് ഫോർ എബിലിറ്റി. ദിസ് ബ്രാഞ്ച് ഹാസ് നോ കോൺഫ്ലിക്റ്റ് വിത്ത് ബേസ് ബ്രാഞ്ച്. കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി എന്താ ആര് ഇവിടെ ശരിക്കും എന്താ, നേരത്തെ നമ്മൾ കണ്ടിരുന്നത് എന്താണ്, മെർജ് പുൾ റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഫൈസലിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതില്ല. എന്താണ്, ഇതിന് ഫൈസലിന് പെർമിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഫൈസലിന് ഇവിടെ ഒന്നും ചെയ്യേണ്ടില്ല. ഇവിടെ ആഡ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യാനും കമൻറ്റ്, ഇപ്പോൾ നിങ്ങളാണെങ്കിലും നിങ്ങൾ ഈ പ്രോജക്റ്റിൽ ഓപ്പൺ സോഴ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള സ്റ്റെപ്പുകൾ നിങ്ങളതാണ്. കോഡ് എടുക്കുക, പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത സാധനം എന്ത് ചെയ്യുക, പുഷ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഓക്കെയാണ്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ അതിനിടയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് തോന്നുകയാണ്, ഇന്ന് നിങ്ങളൊരു പുഷ് കൊടുത്തതിന് ശേഷമല്ല, പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് അയ്യോ അത് വേണ്ട എന്നുള്ള കാര്യങ്ങൾ തോന്നുന്നു. അപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യേണ്ടി നിങ്ങൾ പുൾ റിക്വസ്റ്റ് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടി ക്ലോസ് ചെയ്യാൻ നിങ്ങൾക്ക് ക്ലോസ് പുൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം, ആ നോട്ടിഫിക്കേഷനിലേക്ക് കാണിക്കില്ല. അടുത്തത് ഇനി നമുക്ക് എൻ്റെ റെപ്പോസിലോട്ട് വന്ന് നോക്കാം. അപ്പോൾ അതുണ്ട് അവിടെ ഉണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, മെസ്സേജൊക്കെ വന്ന പോലെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊന്ന് റീഫ്രഷ് ചെയ്താലും മതി. ഉണ്ടോ പുൾ റിക്വസ്റ്റിൽ 2 വന്നെടുക്കുന്നുണ്ട്. ഓൾറെഡി വേറെ ഏതോ ഒരു പുൾ റിക്വസ്റ്റ് വന്നെടുക്കുന്നുണ്ട്. ആഡഡ് സം ഇത് വേറെ ആരോ ഹെൽപ്പ് ചെയ്താണ്, ഞാൻ നോക്കിയിട്ടില്ല, പണ്ടെന്നോ ജസ്റ്റ് നോക്കിയതാണ്. ഹെഡ് റൂം എന്തൊക്കെയോ ലോഗോസ് കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ ഏതോ സ്ഥലത്ത് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അവർ ഹെൽപ്പ് ചെയ്താണ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാണ്ട് പിന്നെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, ഇരുന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ. അപ്പോൾ ഫ്യൂച്ചർ അപ്ഡേറ്റ് പിങ്ക് ഫൗണ്ടേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്താണ് ഇത് നോക്കിയപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കോഡൊക്കെ എടുത്ത് നോക്കാം കേട്ടോ. കോഡൊക്കെ എടുത്ത് അതുണ്ടോ കമ്മിറ്റ്സ് നോക്കാം, എന്താണ് ഫൈസൽ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. അതിൻ്റെ സോഴ്സ് കോഡ് കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത ഇതിൽ എന്ത് ചെയ്യുക, സോഴ്സ് കോഡ് കാണാൻ പറ്റും. ഫൈസൽ ലേറ്റസ്റ്റ് ചെയ്തിരിക്കുന്ന ഫീച്ചർ ബ്രാഞ്ചിലുള്ള സോഴ്സ് കോഡ് മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഇൻഡെക്സിൽ ഇവിടെ കമ്മിറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കണ്ടോ ഫൈസലിൻ്റെ കമ്മിറ്റ് ഉള്ളതാണ് ഈ റെപ്പോസിറ്ററി കിടക്കുന്നത്. എവിടുന്നാണ് നമ്മൾ വന്നതെന്ന് മനസ്സിലായോ? അതായത് പുൾ റിക്വസ്റ്റ് വന്നു, പുൾ റിക്വസ്റ്റിൽ കോൺവെർസേഷൻ്റെ അവിടെയാണ് നമുക്ക് മെർജ് പുൾ റിക്വസ്റ്റ് ഉള്ളത്. അതിൻ്റെ 2ാമത്തെ സബിൽ കമ്മിറ്റ്സ് ഉണ്ട്. ഫയൽസ് ചേഞ്ചിനുണ്ടോ, എന്തൊക്കെ ഫയൽസിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് കണ്ടോ. ഈ റെഡ് കാണിക്കുന്നുണ്ടോ, റെഡ് റോ കാണിക്കുന്നത്, ഈ റോയിൽ ഉള്ള കണ്ടൻറ്റ് ഒഴിവാക്കിയിട്ട് ഗ്രീൻ വന്ന എന്താണ് ഈ റോ ആഡ് ചെയ്തിട്ട് അങ്ങനെ മൾട്ടിപ്പിൾ ഫയൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് വർക്ക് ചെയ്ത് നോക്കിയിട്ട് ഇനിയിപ്പോൾ എന്താണ് ആ കോഡ് എടുത്തിട്ട് ഇപ്പോൾ ഈ കോഡ് എടുത്തിട്ട് ഓക്കെ, ഇപ്പോൾ ഈ കോഡ് നമുക്ക് കിട്ടി. ഈ കോഡ് ഇനി വർക്ക് ചെയ്യണ്ടോ നമ്മൾ ലോക്കലി ചിലപ്പോൾ എടുത്ത് നോക്കണമെങ്കിലോ നമുക്ക് എന്ത് ചെയ്യുക, ഇത് ക്ലോൺ ചെയ്യുക വേണമെങ്കിൽ ഇത് ക്ലോൺ ചെയ്ത് എടുത്തിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ ലേറ്റസ്റ്റ് ഫൈസലിൻ്റെ ആ ഫീച്ചർ ബ്രാഞ്ച് വരെയുള്ള സംഭവം കിട്ടും. വർക്കിംഗ് ആണോ നോക്കുക, എന്നിട്ടൊക്കെ നോക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്താൽ മതി. അതിനൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് തോന്നുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പുൾ റിക്വസ്റ്റിൽ വന്നിട്ട് അപ്പോൾ ചിലപ്പോൾ ഞാൻ ചെക്ക് ചെയ്തിട്ട് എനിക്ക് വെരിഫൈ, അപ്പോൾ ഞാൻ പറയും ഇവിടെ കമൻറ്റ് ചെയ്യും എന്താണ് ഇന്ന സംഭവം ചേഞ്ചസ് ഉണ്ട്, ആ രീതിയിലല്ല, അത് ഇഷ്യൂ ആണ്, ശരിയല്ല എന്നുള്ള ഇതിന് ഞാൻ അവിടെ മെൻഷൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതൊന്നുകൂടി ചെക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. പുൾ റിക്വസ്റ്റ് ഞാൻ ക്ലോസ് ചെയ്യും. ഞാൻ ഒന്ന് ഇപ്പോൾ തൽക്കാലം ഒന്ന് ക്ലോസ് ചെയ്യാം. ഫൂട്ടർ സം ടെസ്റ്റ് സം എറർ എന്നെന്തേലും പറയാം, സം എറർ എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്ത് ചെയ്യുമോ, എന്നിട്ട് ഞാൻ കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈസലിന് അവിടെ കമൻറ്റ് കിട്ടും. അല്ലെങ്കിൽ എനിക്കിന്ന് ക്ലോസ് ആൻഡ് കമൻറ്റ് കൊടുക്കുക. അതായത് ക്ലോസ് ആൻഡ് കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ തൽക്കാലം അക്സെപ്റ്റ് ചെയ്യുന്നില്ല, എന്താ പറയുക, ഒഴിവാക്കുകയാണ്, എറർ ഉണ്ട്, ശരിയല്ല, നീ ചെയ്ത കോഡ് ശരിയല്ല എന്നുള്ളതിൽ ഒഴിവാക്കുക. അപ്പോൾ ഫൈസലിനോട് നോട്ടിഫിക്കേഷൻ കിട്ടും, നമ്മുടെ എന്താ ചെയ്യുക, പുൾ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. തൽക്കാലം കമൻറ്റ് വേണമെങ്കിൽ മാത്രമേ എഴുതിയിടാം. പുൾ റിക്വസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടുന്ന് പോവുള്ളൂ. നമ്പറിന്ന് പോയാലും ഇപ്പോൾ ഞാൻ ഒന്ന് ക്ലോസ് ചെയ്യുന്നതായാലും ക്ലോസ് ആൻഡ് കമൻറ്റ് സമ്മർ നമുക്ക് നോക്കാം. ഇപ്പോൾ ക്ലോസ് ആൻഡ് കമൻറ്റ് കൊടുത്ത് ഓക്കെ, അത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇനി പുൾ റിക്വസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്ത് കിടക്കണേലുണ്ടോ, അപ്പോൾ ഉണ്ടോ
ഇവിടെ ഉണ്ടോ 17 ഓൾറെഡി ക്ലോസ്ഡ് ആണ്, ഒന്നേ ഓപ്പൺ ഉള്ളൂ. ഇപ്പോൾ മറ്റേത് മാത്രമേ ഓപ്പൺ ഉള്ളൂ. ഫൈസലിൽ ക്ലോസ് ആയി കഴിഞ്ഞു. 17 ക്ലോസ്ഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ട് പല ആൾക്കാരും ഇതിന് മുന്നേ ക്രിയേറ്റ് ചെയ്ത എന്ത് ചെയ്യുക റിക്വസ്റ്റുകൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തതും ക്ലോസ് ചെയ്തൊക്കെയാണ്. ഇതുണ്ട് ഇത് റെഡ് കളറിൽ, അത് അക്സെപ്റ്റ് ചെയ്താൽ ബ്ലൂ കളറിൽ കിടക്കണം. ഇത് റിജക്റ്റ് ചെയ്താണ്. വേണമെങ്കിൽ വീണ്ടും എനിക്ക് ഓപ്പൺ ചെയ്യാം. വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക റീ ഓപ്പൺ പുൾ റിക്വസ്റ്റ് കൊടുക്കാം. അപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈസലിൻ്റെ അവിടെ എന്താ കാണിക്കുന്നത് നോക്കാം. ക്ലോസ് ചെയ്തല്ലോ തൽക്കാലം. കണ്ടോ ക്ലോസ് ചെയ്തു, പുൾ റിക്വസ്റ്റ് ഈസ് ക്ലോസ്ഡ് എന്നുള്ള രീതിയിൽ വന്നു. വേണമെങ്കിൽ ഫൈസലിന് ബ്രാഞ്ച് ഡിലീറ്റ് ചെയ്യുക, അൺമർജ് കമ്മിറ്റ്സ് ആണ്, അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. അല്ലെങ്കിൽ ഫൈസലിന് എന്ത് ചെയ്യുക വീണ്ടും ക്രിയേറ്റ് ചെയ്യുക, വീണ്ടും ഒരു പുൾ റിക്വസ്റ്റ് പുതിയ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് വീണ്ടും ഇതേപോലെ ലോക്കൽ എടുത്തിട്ട് ആ മിസ്റ്റേക്ക് കൂടി കറക്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ തൽക്കാലം നമ്മൾ തന്നെ എന്ത് ചെയ്യുക റീ ഓപ്പൺ ചെയ്യാം, റീ ഓപ്പൺ പുൾ റിക്വസ്റ്റ്. ഓക്കെ റീ ഓപ്പൺ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുകയാണ് മെർജ് പുൾ റിക്വസ്റ്റ് കൊടുക്കുകയാണ്. മെർജ് പുൾ റിക്വസ്റ്റ് കൊടുത്തു, കൺഫേം മെസ്സേജ് അങ്ങ് കൊടുത്തു. ഓക്കെ ഫൈസലിനൊരു താങ്ക്സ് കൊടുക്കുകയാണ്. താങ്ക്സ് കൊടുത്തു, കമൻറ്റും ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യണം കഴിഞ്ഞു. ഫൈസൽ എടുക്കുമ്പോൾ എന്താണ് താങ്ക്സ്, അത് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത്ര സമയം മുന്നേ, കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കാണിക്കും. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യുക പുൾ റിക്വസ്റ്റ് സക്സസ്ഫുള്ളി മെർജ്ഡ്, അപ്പോൾ ക്ലോസ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ബ്രാഞ്ച് ഡിലീറ്റ് ചെയ്യാം, അടുത്തതിൽ വർക്ക് ചെയ്യാം, അങ്ങനെ പലതും ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്തു യങ് വെബ്സൈറ്റിൽ ഇപ്പോൾ ഇവിടെ ഫീച്ചർ ബ്രാഞ്ചിലാണുള്ളത്. ഓക്കെ ഇപ്പോൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം സൈറ്റ് ഒന്ന് എടുത്ത് നോക്കാം. സൈറ്റ് എവിടെയാണ് നമുക്ക് ഇതല്ലേ, ഇതിപ്പോൾ ക്രേസി അമിഗോസ് ഉള്ളത്. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 2020 പിങ്ക് ഫൗണ്ടേഷൻ വന്നില്ലേ, 2020 പിങ്ക് ഫൗണ്ടേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഫൈസൽ എന്നുള്ളൊരാൾ പുറത്തുനിന്ന് കോൺട്രിബ്യൂട്ടറായിട്ട് വന്നിട്ട് ആൾ ഫോർക്ക് ചെയ്തെടുത്തിട്ട് അതിൽ വർക്കൗട്ട് ചെയ്തിട്ട് ഒരു ചേഞ്ചസ് വരുത്തിയിട്ട് പുഷ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ മെയിലും വരും കേട്ടോ, റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എന്ത് ചെയ്യും, നോക്കിയിട്ട് ചേഞ്ചസ് ഉണ്ട് അക്സെപ്റ്റ് ചെയ്യില്ല റിജക്റ്റ് ചെയ്യുന്ന ഡിസിഷൻസ് ഒക്കെ എടുത്തിട്ട് അത് ഓരോ കോഡിങ്ങിന്, അത് നിങ്ങൾ കോഡിങ് പഠിക്കണം ഒന്നുകൂടെ. നിങ്ങൾ കോഡിങ് പഠിച്ച ആൾക്കാരാണ് മനസ്സിലാവും അത് ഓട്ടോമാറ്റിക്കായിട്ട്. കോഡിങ് പഠിക്കാത്തവരാണ് ഇപ്പോൾ നോഡൊക്കെ കഴിയുമ്പോൾ ഞാൻ ഇതൊരു കാര്യം മനസ്സിലാവും, ഇനി നോഡ് പൈത്തണൊക്കെ വരുമ്പോൾ ഗിറ്റ് ഇല്ലാതെ ചെയ്യേയില്ല. എല്ലാ അസൈൻമെൻറ്റ്സും ഗിറ്റിലൂടെ സബ്മിറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറയുള്ളൂ. ഇനി ഒന്നും നമ്മൾ കോഡ് അവിടെ സെൻഡ് ചെയ്യുക ലിങ്ക് സെൻഡ് ചെയ്യുന്നുള്ള പരിപാടിയൊന്നുമില്ല. ഗിറ്റ് ഹബിന് ലിങ്ക് സെൻഡ് ചെയ്യുന്നത് പറയുള്ളൂ. നിങ്ങളൊരു കമ്പനി കയറിയാൽ ഗിറ്റ് ഹബിന് ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ ഇനി ഫ്യൂച്ചറിൽ അങ്ങോട്ട് പറയുള്ളൂ. അത് മനസ്സിലാക്കുക. ഇനി പറഞ്ഞില്ലെങ്കിൽ അത് ഷെയർ ചെയ്യുമ്പോഴുള്ള വാല്യൂ വേറെയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ അറിയണ ഒരു ഡെവലപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലെവലിൽ പ്രൊഫൈലാണെന്ന് മാത്രം മനസ്സിലാക്കുക. ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഒന്ന് നമുക്ക് എടുത്ത് നോക്കാം. ഇതുണ്ടോ മുഹമ്മദ് ഫൈസൽ എന്നുള്ളത് കോൺട്രിബ്യൂട്ടറായി മാറി. അതായത് എപ്പോഴാണ് കോൺട്രിബ്യൂട്ടറായി മാറിയത് ഈ പ്രോജക്റ്റിൽ പിങ്ക് ഫൗണ്ടേഷൻ്റെ പ്രോജക്റ്റിലാണ് കേട്ടോ. ഇതെങ്ങനെ കിടക്കാൻ കാര്യം എന്താ, ആൾ ഫോർക്ക് ചെയ്ത് എന്ത് ചെയ്തു കമ്മിറ്റ് ചെയ്തു. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഇതുമാതിരി റിജക്റ്റ് ചെയ്യണ ഒരുപാട് പേര് വരും കേട്ടോ. ഓപ്പണേഴ്സ് വലിയ ഒരുപാട് റിജക്റ്റ് ചെയ്യുന്ന നല്ലതല്ലാത്ത ഒരുപാട് സജഷൻസായിട്ട് പല കോഡുകൾ ചെയ്ത് പല ആൾക്കാർ ചെയ്യും. അങ്ങനെയുള്ള ഫൈസലിന് നമ്മൾ എന്ത് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഫൈസൽ ഇതിലെന്ത് കോൺട്രിബ്യൂട്ടറായി മാറി. ഇത് എൻ്റെ ഒരു ഫ്രണ്ട്, ഈജിപ്തിലെ ഫ്രണ്ടാട്ടോ, ഇതിൽ കോൺട്രിബ്യൂട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു കുറേ കാലം. ആ സമയത്ത് ഈജിപ്തിലെ ഫ്രണ്ടാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ കുറച്ച് ആൾക്കാർ കോൺട്രിബ്യൂട്ട്, സോനു ഒക്കെ കുറച്ച് കമ്മിറ്റ്സുകൾ ചെയ്തിട്ടുണ്ട്, ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ഓരോരുത്തർക്കും നമുക്ക് കാണാനൊക്കെ പറ്റും, എങ്ങനെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഈ രീതിയിലാണ് നമുക്കിത് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഇവിടെ എഴുതുന്ന കണ്ടൻറ്റ് കണ്ടോ, ഇവിടെ ഈ യങ് വെബ്സൈറ്റ് ഇത് എന്തിനാണ് സ്റ്റാർട്ട് വെബ്സൈറ്റ്, ഇവിടെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സൈറ്റ് അവൈലബിൾ. നമുക്ക് പുതിയ ഡൊമൈനിൽ ഇത് ഹോസ്റ്റ് ചെയ്യാനുണ്ട്. ആ ഡൊമൈനിൽ നമുക്ക് ഹോസ്റ്റ് ചെയ്യാം. അതൊക്കെ ഒഴിവാക്കാം, നമുക്ക് ഈ ലിങ്കൊക്കെ ഒഴിവാക്കാണ്ട് ആ ഡൊമൈനിൽ ഹോസ്റ്റ് ചെയ്തൊക്കെ എഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ കണ്ടൻറ്റ് കുറേ എഴുതണം, ഗസ്റ്റ് എന്തൊക്കെ പ്രൊജക്റ്റ് മോഡ്യൂളുള്ളത്, അതിൽ ജോയിൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, ജോയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പിൽ ഇതേപോലെ തന്നെ റീഡ്മീൽ എഴുതാം. അപ്പോൾ കണ്ടൻറ്റ് എഴുതുന്ന ആൾക്കാർക്ക് അടക്കം നമുക്ക് വർക്കുണ്ട്. പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യാൻ, പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യണേ മുതൽ തുടങ്ങിയിട്ട് പ്രൊജക്റ്റ് കോർഡിനേറ്റ് ചെയ്യാൻ, ഇനി ലീഡ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാം. അതിന് ഓപ്പണേഴ്സ് മൊത്തം ടീമിനെ, വലിയൊരു ടീമിനെ ഹാൻഡിൽ ചെയ്ത് ലീഡ് ചെയ്ത് പരിചയം ഉണ്ടാവും നിങ്ങൾക്ക്. നമ്മൾ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ കുറേ ആൾക്കാരാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അങ്ങനെ ലൈവ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇതിന് കൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം, പഠിക്കുകയും ചെയ്യുക. വലിയ ടെക്കിൻ്റെ വലിയൊരു പ്രൊജക്റ്റ് ചെയ്യാം, 40ഓളം മോഡ്യൂളുള്ള വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാം. നിങ്ങളുടെ റെസ്യൂമിൽ ഇതിൻ്റെ വാല്യൂ ഭയങ്കരമാണ്. ഇതിൻ്റെ വാല്യൂ ഭയങ്കര എന്ന് പറയാൻ കാരണം
നമ്മൾ സോനു ക്രൈസ്റ്റിൽ നമ്മൾ MCA അഡ്മിഷന് പോകുമ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ ഭയങ്കരമായിട്ട് പോപ്പുലറായിട്ട് വെച്ചാൽ അവന് മാർക്കൊന്നും ബേസ് ചെയ്തിട്ട് അത്ര വലിയ മാർക്ക് ഉണ്ടായിട്ടൊന്നുമല്ല അഡ്മിഷനിലോട്ട് കയറിയത്. ഈ പ്രൊജക്റ്റ് ഉണ്ടല്ലോ, ഈ പ്രൊജക്റ്റിന് ലീഡിൽ അവനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കുറേ കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു അങ്ങനെ ആ രീതിയിൽ പറഞ്ഞോ, ഞാൻ പോയിട്ടുണ്ട് അവൻ്റെ ഇൻ്റർവ്യൂവിന് അവൻ്റെ കൂടെ. ഇതാണ് പറഞ്ഞപ്പോൾ കോളേജുകാർ പിന്നെ ഒന്നും നോക്കാനില്ല, അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ പ്രൊജക്റ്റ് വരണം എന്നുണ്ടെങ്കിൽ നാളെ ഒരാൾ എടുത്ത് നോക്കിയാൽ നിങ്ങളൊരു കോൺട്രിബ്യൂട്ടർ ആയിരിക്കണം. അപ്പോൾ ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റിൽ കോൺട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞാൽ ഒരുപാട് വാല്യൂ ഉണ്ട്. ഞാൻ ചെയ്യുന്ന ഒരുപാട് ട്രിക്കുകളുണ്ട് ഇതിന് പിന്നിൽ, അതെന്തായാലും ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നില്ല. ഇതിലൂടെ ഒരുപാട് പരിപാടികളുണ്ട് നമുക്ക് ചെയ്യാൻ. വലിയ 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 പ്രൊജക്റ്റിന് ഞാനൊരു നെക്സ്റ്റ് ഒരു കമ്പനി ഞാൻ ടാർഗറ്റ് ചെയ്താൽ അത് പറയണ്ട. അല്ല ഇപ്പോഴുള്ള കാര്യമല്ല പറയണത്. ഞാൻ ഇപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് അടുത്ത കമ്പനി ജമ്പ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനി ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുന്നേ ഞാൻ ആ കമ്പനീൻ്റെ പ്രൊഫൈലിനെ കുറിച്ച് അത് പഠിക്കും. അവർ ഏതൊക്കെ ടൈപ്പ് പ്രൊജക്റ്റാണ്, എന്ത് ബേസിലുള്ള കമ്പനിയാണെന്ന് പഠിക്കും. ഇപ്പോൾ മീഡിയ കമ്പനി ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഞാൻ കുറച്ച് ഗിറ്റബിൽ കുറച്ച് കളി കളിക്കും. പിന്നെ എൻ്റെ പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്നെ എടുത്തേ പറ്റുള്ളൂ എന്നുള്ള ഫീൽ വരുത്തും. അത് വേറെ ട്രിക്കാണ്. അങ്ങനത്തെ കുറേ പരിപാടികൾ. ഇപ്പം മീഡിയ കമ്പനി ആകുമ്പോൾ ഇപ്പോൾ ഞാൻ പറയട്ടെ, മീഡിയ കമ്പനി സ്ട്രീമിങ്, മീഡിയ അങ്ങനെയുള്ള സാധനങ്ങളുടെ കോർ സാധനത്തിൽ വർക്ക് ചെയ്ത ആളാണെങ്കിലോ അവരെന്തേ നോക്കുക. പിന്നെ അങ്ങനെയുള്ള കുറേ ട്രിക്കുകളുണ്ട് ഇതിൽ, ഒരുപാട് പരിപാടികളുണ്ട്. അതൊക്കെ എന്താ പറയുക, ഫ്യൂച്ചറിൽ കോൺട്രിബ്യൂട്ടേഴ്സൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞുതരാം. വെറുതെ ഒന്നും പറഞ്ഞു തന്നാൽ ശരിയാവില്ലല്ലോ ദിൽഷാദെ. പറഞ്ഞു കൊടുക്കണ്ട. അപ്പോൾ SPS ഇതൊക്കെ ചെയ്യിപ്പിക്കൂട്ടോ. SPS നമുക്ക് നല്ല പ്രൊഫൈലാക്കാൻ വേണ്ടി ചെയ്യിപ്പിച്ചേ പറ്റുള്ളൂ. നമുക്ക് എന്ന് വെച്ചാൽ അപ്ഫ്രണ്ട് പേയ്മെൻറ്റ് ഇല്ലാത്തൊരു പ്രോഗ്രാം ആയതുകൊണ്ട് ചെയ്യിപ്പിച്ചേ പറ്റുള്ളൂ. ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഓപ്പൺ സോഴ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പഠിച്ചില്ലേ, ഫോർക്ക് ചെയ്തിട്ട് കൊണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പിങ്ക് ഫൗണ്ടേഷൻ്റെ പ്രോജക്റ്റൊക്കെ ഒന്ന് ഫോർക്ക് ചെയ്യുക, ഒന്ന് സ്റ്റാറൊക്കെ ഒന്ന് അമർത്തുക, ഒന്ന് എന്ത് ചെയ്യുക, കുറച്ച് റേറ്റിംഗ് വരട്ടെ, എന്നാലേ ആൾക്കാരെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലെന്ത് ചെയ്യുക, ഓപ്പൺ സോഴ്സിൽ കോൺട്രിബ്യൂഷനിൽ പറയും. ഇനി ഇതിൽ ഒരുപാട് വർക്ക് ഫ്ലോകളുണ്ട് കേട്ടോ. ഇതിൽ തന്നെ വലിയ വർക്ക് ഫ്ലോ ഉണ്ട്. ഞാൻ കുറച്ച് വർക്ക് ഫ്ലോ കാണിച്ചു തരാം. ഇനി അടുത്ത തന്നെ ഞാൻ കുറച്ച് വർക്ക് ഫ്ലോ കാണിച്ചു തരാം, എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഡിഫറെൻറ്റ് രീതിയിൽ വർക്ക് ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് സ്ക്രിപ്റ്റ്, കുറച്ച് സംഭവത്തിന് ഞാൻ ഇൻട്രഡക്ഷൻ തരാം. പറ്റുകയാണ് നിങ്ങൾ പഠിച്ചോ. പിന്നെ വേണമെങ്കിൽ ഫ്യൂച്ചറിൽ കുറേ ആൾക്കാരൊക്കെ ചോദിച്ചു വരാണ്. ഇപ്പം നമ്മൾ മറ്റേലും കുറച്ച് കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട് അല്ലേ, വെബ് ഡിസൈനിങ്ങിൽ ഫോം സബ്മിഷൻ അത് തരാം. അത് നമ്മൾ ഫോം സബ്മിഷൻ സർവർ സൈഡ് പഠിക്കുമ്പോൾ എന്തായാലും പഠിക്കും. ഫോം സബ്മിഷൻ ഒരു ചെറിയ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരാം. ഇമെയിൽ സെൻഡ് ചെയ്യണ സംഭവം ചെറുതായിട്ട് തരാം. അതേപോലെ SMS, OTP, SMS അതൊക്കെ നമ്മൾ സർവർ സൈഡ് കോഡ് ചെയ്യുമ്പോൾ തരാം. അതിൽ കുറച്ച് സാധനങ്ങൾ പെൻഡിങ് ഉണ്ട്. കാൽക്കുലേറ്ററിൻ്റെ കാര്യത്തിൽ ഡാറ്റാബേസിൻ്റെ ഒരു സംഭവം പെൻഡിങ് ഉണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാൻ സമയം കിട്ടുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇത് തന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഇരുന്നിട്ട് ഒരുമിച്ചിരുന്ന് ചെയ്യുകയാണ്. എല്ലാം കൂടി ചെയ്യാം. അതിൻ്റെ ഇടയിൽ കൂടി മറ്റു വർക്കുണ്ടല്ലോ, നമുക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഓപ്പൺ സോഴ്സിൽ പ്രൊജക്റ്റ് കോൺട്രിബ്യൂഷൻ പഠിച്ചു. ഞാൻ കുറച്ച് ടൂളുകളും കുറച്ച് കാര്യങ്ങളും ഇതിനെ അഡ്വാൻസ് നമ്മൾ ഇൻട്രഡക്ഷൻ തരാം. ഒരുപാട് ഡീപ്പിലോട്ട് പോവില്ല. അതും കൂടി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, സംഭവങ്ങൾ മൊത്തം ഒന്ന് ഫിനിഷ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അടുത്ത് എന്ത് ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം.